ജയ ഗുരുദേവ്. കഠോപനിഷത്ത് കേൾക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. ഈ മഴയത്ത് ഇത്ര ആളെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സന്തോഷം എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി. എന്തായാലും എത്തിച്ചേർന്നത് നഷ്ടാവില്ല, അത് ഗ്യാരണ്ടി പറയാം. സുഖമല്ല എല്ലാവർക്കും അല്ലേ? ബലേഷ് സാർ വളരെ സീനിയർ ടീച്ചറാണ് കേട്ടോ. വിനയത്തോടുകൂടി അവിടെ താഴെയിരിക്കുന്നത്. ഒരു ഭജൻ പാടിയിട്ട് തുടങ്ങാം. നമുക്ക് എല്ലാവരും ഒന്ന് പാടണം, കാരണം നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ്. മാത്രമല്ല ഭഗവത്ഗീത പോലെയല്ല ഉപനിഷത്ത്, കുറച്ചും കൂടി ബിയോണ്ട് അവർ ഇൻ്റലക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്കും വിവേകത്തിനും ഗ്രഹിക്കുന്നതിന് മുകളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സാത്വിക അവസ്ഥയിലിരുന്നാലാണ് അത് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടി ഗ്രഹിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇതെന്തൊക്കെ ഈ പറയണമെന്ന് നമുക്ക് തോന്നും. നമ്മുടെ ബുദ്ധി വല്ലാണ്ട് ഇങ്ങനെ, ബുദ്ധി എന്നല്ല പറയാം, നമ്മുടെ യുക്തി, ലോജിക്ക് വല്ലാണ്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങും. നമ്മുടെ ലോജിക്കിനും മുകളിലുള്ളൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് നല്ല മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് വരിക. ഒരു മെഡിറ്റേറ്റീവ് മൂഡ് തരുന്നൊരു ഭജന ഏതാ പാടാൻ പോണേ? നല്ലൊരു മെഡിറ്റേറ്റീവ്, നല്ല രസമുള്ള, എല്ലാവരും കൂടെ പാടണം. സിമ്പിൾ ഭജൻ ഏതാ? നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ. ഓം നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. ഓം നാരായണ നാരായണ ജയ ഗോപാല ഹരേ. ഓ നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. ഓം നാരായണ നാരായണ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ. ഓ നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ. ജയ ഗോപാല ഹരേ. ജയ ഗോപാല ഹരേ. കണ്ണടച്ചു വയ്ക്കാം.
സാവകാശം പുറത്തേക്ക് വിടാം. സാവകാശം കണ്ണു തുറക്കാം. ജയ ഗുരുദേ, തുടങ്ങാം. റെഡിയാണോ? ഭഗവത്ഗീത എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മളുടെ പ്രഭാഷണം എത്ര പേര് കേട്ടു എന്ന്? ഓ, ഭഗവത്ഗീതയില് ഞാൻ ഒരു ആചാര്യൻ എന്ന നിലയിൽ അവിടെ ഇരിക്കുമ്പോൾ, ഭഗവത്ഗീത ആ പ്രഭാഷണം ക്ലാസ് എടുക്കുമ്പോൾ, ഇനി ആ വാതിലടച്ചോളൂ കേട്ടോ സാർ, ഈ വാതിലടച്ചോളൂ. ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോഴേ ഞാൻ ആരെയാണ് പ്രതിനിധീകരിക്കണമെന്നറിയോ? ആരെയാണ്? ഉറക്കെ പറ. ആരെയാണ്? കൃഷ്ണനെ പ്രതിനിധീകരിക്കണം അല്ലേ? ശരിയല്ലേ? ഞാൻ ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്യണ ആരെയാണ്? കൃഷ്ണനെയാണ്. കഠോപനിഷത്ത് തുടങ്ങാൻ പോവാണ്. കഠോപനിഷത്തിൽ ഞാൻ ആരെയാ റെപ്രസെന്റ് ചെയ്യണമെന്നറിയോ? പറയാവോ? കൃഷ്ണനിൽ നിന്ന് നേരെ വിപരീതനായിട്ടുള്ള ഒരാളെയാണ് ഞാൻ കഠോപനിഷത്തില് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആരെയാ റെപ്രസെന്റ് ചെയ്യാൻ പോണത്? കാലനെ, യമരാജാവിനെ. യമധർമ്മരാജ എന്നാ പറയണത്. എന്താണ്? യമധർമ്മരാജാവ്. കാരണം യമദേവൻ എല്ലാവരോടും ഒരേപോലെ ധർമ്മം കാണിക്കുന്ന ഒരാളാണ്. കാരണം മരണത്തിന്റെ പ്രത്യേകത അതാണല്ലോ. മരണത്തിന് പാർഷ്യാലിറ്റി ഇല്ലല്ലോ. മരണം ഇങ്ങനെ വിചാരിക്കല്ലോ, അയാൾ കോൺഗ്രസ്സുകാരനല്ലേ, കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അയാൾ BJP. അങ്ങനെ മരണത്തിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? മരണത്തിന് ധനികൻ ദരിദ്രൻ എന്നുള്ള വ്യത്യാസം ഉണ്ടോ? മരണത്തിന് സുന്ദരൻ വിരൂപൻ എന്നുള്ള വ്യത്യാസം ഉണ്ടോ? മരണത്തിന് ഇന്ന ദേശക്കാരൻ, ഇന്ന ജാതി, വല്ല വ്യത്യാസം ഉണ്ടോ? മരണത്തിന്റെ അത്രയും ധർമ്മം കാക്കുന്ന ഒരാള് ഈ ലോകത്ത് വേറൊന്നുമില്ല അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? ഒന്ന് കൈയടിച്ചേ, സത്യല്ലേ? മരണം ബ്യൂട്ടിഫുൾ ആണ്, അത്ര പെർഫെക്റ്റ് ആണ് മരണം. അതായത് ഒരാളെയും വെറുതെ വിടില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. ആര്? മരണം. ഒരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇന്ന് ഈ നിമിഷം നിങ്ങൾ മരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് മരിക്കാൻ പോകുന്ന വഴിക്കൊരു ഇടിവെട്ട് കൊണ്ടാൽ മതിയല്ലോ. നല്ല വെതറാണ്, നല്ല കാലാവസ്ഥയാണ്. ഇന്ന് മരിക്കാൻ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ, കളവ് പറയരുത്, ഇത്ര ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ നോക്കരുത്. ഇന്ന് മരിക്കാൻ എത്ര പേർക്ക് പേടിയുണ്ട്? കൈവക്ക്. പേടിയുള്ളവർ ധൈര്യമായിട്ട് കൈവക്ക്. ഇന്നത്തെ ദിവസം മരിക്കാൻ എത്ര പേർക്ക് പേടിയുണ്ട്? കൈവക്ക്. ഇന്നത്തെ ദിവസം കേട്ടോ, ഇന്ന്. എപ്പോഴായാലും നമ്മൾ മരിക്കും, പക്ഷെ ഇന്ന് മരിക്കാൻ എത്ര പേർക്ക് ഭയമുണ്ട്? എത്ര പേർക്ക് ഭയമുണ്ട്? കൈപൊക്കി പിടിക്കും നല്ലോണം. വെരി ഗുഡ്. താഴ്ത്ത്. ആ കൈപൊക്കാത്തവര് ഭയമില്ലാത്തവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ കൈപൊക്കാത്തവർക്ക് കൈ പൊക്കാനും കൂടി പേടിയാണ്. അതുകൊണ്ടാണ് അവര് കൈപൊക്കാത്തത്. കൈപൊക്കാൻ വരെ ഭയം. മരണം ചിലർക്ക് ആശ്വാസമാണ്, ചിലർക്ക് ഭയമാണ്. മരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? യെസ് ഓർ നോ? ലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തില് 100-ലധികം പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുണ്ട്. അതില് 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളിൽ ഒന്നായിട്ടാണ് ശങ്കരാചാര്യർ, വേറെ ആരുമല്ല, ചില്ലറക്കാരനല്ല, ശങ്കരാചാര്യർ കഠോപനിഷത്തിനെ കുറിച്ച് പറയുന്നത്. എങ്ങനെ? ഇരുന്നോളൂ, കയറിയിരുന്നോളൂ. 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളിൽ ഒന്ന്. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അപ്പോ ശങ്കരാചാര്യർ പറയുന്നു 10 പ്രധാനപ്പെട്ട, തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു ഉപനിഷത്താണ് എന്ത്? കഠോപനിഷത്ത്. അതുപോലെ തന്നെ നമ്മളുടെ
വിവേകാനന്ദന് ഏറ്റവും പ്രിയപ്പെട്ട ഉപനിഷത്തായിട്ടാണ് കഠോപനിഷത്തിനെ കണക്കാക്കുന്നത്. എന്താണ്? വിവേകാനന്ദ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപനിഷത്തായിട്ടാണ് കഠോപനിഷത്തിനെ കണക്കാക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ വിവേകാനന്ദൻ പറയുന്നത് നമ്മളുടെ കഠോപനിഷത്തിലെ ആര് വന്നാലും നിങ്ങളുടെ ശ്രദ്ധ എന്നിൽ നിന്നും മാറരുത് കേട്ടോ. കാരണം ഒരു വാക്ക് നിങ്ങൾ മിസ്സായാൽ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് പോകും. ഓക്കെ, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഉപനിഷത്താണ് കേൾക്കുന്നത്. വിവേകാനന്ദ സ്വാമിജി പറയുന്നത് ഒരു ശിഷ്യൻ എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമ്മളുടെ കഠോപനിഷത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നചികേതസിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് വിവേകാനന്ദ സ്വാമി കൂട്ടിച്ചേർക്കുകയാണ്, എനിക്ക്, ശ്രദ്ധിച്ചു കേൾക്കണം, എനിക്ക് നചികേതസിനെ പോലെ 12 ശിഷ്യന്മാരെ നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ ഭാരതത്തിന്റെ ഗതി മാറ്റിത്തരാമെന്ന്. അതായത് ലോകത്തുള്ള മുഴുവൻ ഡിസൈപ്പിൾസിനും, മുഴുവൻ ശിഷ്യന്മാർക്കും ഒരു മാതൃകയായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? നചികേതസിനെ കണക്കാക്കുന്നത്. അതായത് ഒരു ശിഷ്യൻ, ഒരു ഡിസൈപ്പിൾ എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്ര ആര്? നചികേതസ്. നചികേതസിന്റെ കൂടി കഥയാണ് കഠോപനിഷത്ത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വലിയ ഭാഗ്യമാണിത് കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് കേട്ടോ. കാരണം അത് മനസ്സിലാവും. കാരണം നമ്മൾ വിചാരിക്കും മരണം, എന്ത് പറയാനാ ഈ മരണത്തോടെ എല്ലാം തീർന്നില്ലേ, ഇനി ഇത് ഇത്ര വലിയൊരു സബ്ജക്റ്റ് ആക്കേണ്ട കാര്യമുണ്ടോ, ഇതൊരു വിഷയമാക്കേണ്ട ഒരു കാര്യമുണ്ടോ മരണം, അതോടുകൂടി അവസാനിക്കല്ലേ ജീവിതം, പിന്നെ എന്തിനാ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? പക്ഷെ മരണത്തിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ ജീവിതം എത്ര മനോഹരമാവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് അവയർനെസ് ഓഫ് ഡെത്ത് മേക്സ് ലൈഫ് സോ ബ്യൂട്ടിഫുൾ എന്നാ പറയണ. അതന്നെ, കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ആദ്യമേ തന്നെ ഈ മഴയത്ത് വന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കൈയടിക്കട്ടെ. അപ്പൊ നമുക്ക് ഉപനിഷത്തുകൾ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് കഠോപനിഷത്ത് തുടങ്ങുന്നത് ഒരു ശാന്തി മന്ത്രത്തിലൂടെയാണ്. എന്താണ് ശാന്തി മന്ത്രം? അപ്പോ ആദ്യമേ തന്നെ നമുക്കൊരു ശാന്തി ഇവിടെ വേണം. ഇവിടെ ഇരിക്കുന്നവർ മുഴുവനും മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്യണം. അതാണ് ആദ്യം വേണ്ട ശാന്തി. എന്നിട്ട് നമുക്ക് ശാന്തി മന്ത്രത്തിലേക്ക് വരാം. ഒരാളുടെ പോലും മൊബൈൽ ഫോൺ അടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ അടിച്ചാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളോടുള്ള ബഹുമാനം ഒരു അല്പം മറ്റുള്ളവർക്ക് കുറഞ്ഞിരിക്കും. അപ്പൊ ഇത്രയും വലിയൊരു സദസ്സിൽ വരുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി വെക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ആ മര്യാദ നിങ്ങൾ പാലിക്കണം. ആ ചെയറിലിരുന്നോളൂ. അവിടെ ആളുണ്ടോ? ഇല്ലല്ലോ, അവിടെ ഇരുന്നോളൂ. നമ്മൾ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശാന്തി കിട്ടാനായിട്ട്. ഒന്ന്, മൊബൈൽ സൈലന്റ് ആക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാതിരിക്കുക, ഇളകാതിരിക്കുക. എന്നെ കഴിയുന്നത്ര ഡിസ്ട്രാക്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള നോളജ് കിട്ടും. എന്നെ ഡിസ്ട്രാക്ട് ചെയ്താൽ എൻ്റെ ഫ്ലോ അങ്ങോട്ട് പോവും. ഓക്കെ, കാരണം കുറച്ച് പ്രിപ്പറേഷൻ, കുറച്ച് ഈ സമയത്ത് ഗ്രേസിലൂടെ വരുന്ന, തനിയെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ ആ ഗ്രേസ് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു സൈലൻസ് നിർബന്ധമാണ്. ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലോ വരില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് കഠോപനിഷത്ത് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന കഠോപനിഷത്ത്. ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്, പക്ഷെ ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കഠോപനിഷത്ത് എടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കഠോപനിഷത്തിനോട് ഒരിക്കലും യോജിക്കാത്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഇത് വളരെയധികം സ്വീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഭാരതത്തിന്റെ ഒരു വിശ്വാസവും കൂടിയാണ് ഇവിടെ വരുന്നത്. സനാതനധർമ്മത്തിന്റെ ഒരു വിശ്വാസം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം വളരെ സയന്റിഫിക് ആയിട്ടാണ്. ഇന്നത്തെ ദിവസം അത്ര സയന്റിഫിക് ആയിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ
പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നീട് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോവല്ല. അപ്പോൾ റെഡി അല്ലേ? നമുക്ക് ശാന്തി മന്ത്രത്തിലേക്ക് കടക്കാം. ഇനി സാർ ഈ വാതിലും കൂടി അടച്ചോളൂ. ആ വാതിലൂടെ പ്രവേശിച്ചാൽ മതി ആൾക്കാർ. ഈ വാതിലും കൂടി അടച്ചോളൂ. ആരെയും നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. ഈ മഴയത്ത് കുറെ ആൾക്കാർ എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടും. തുടങ്ങാം. എനിക്ക് കുറെ പേരുടെ മുഖം അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് നാളെ ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ഫേസ് കാണാൻ പറ്റും ആൾക്കാരെ. എനിക്ക് കാണാൻ പറ്റാത്തതിലുള്ളൊരു വിഷമം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ആണോ? ഇപ്പൊ തന്നെ ഒന്ന് ഇരുത്തിയല്ലേ? കുറച്ചും കൂടി എനിക്ക് ഒരു ഫേസ് ഒന്ന് കാണാൻ ആൾക്കാരെ. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മുകളിലിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല കേട്ടോ. തുടങ്ങാം. ഇരിക്കല്ലേ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കാണാലോ അല്ലേ? എനിക്കൊരു സുഖമുണ്ട്. നിങ്ങളുടെ കാര്യം അറിയില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസം പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരും. ഓക്കെ, അപ്പൊ 4-ാമത്തെ ദിവസം നമ്മൾ എല്ലാത്തിനും കൂടിയിട്ടൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ ഇത് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, തുടങ്ങാം. ശാന്തി മന്ത്രത്തിലൂടെ തുടങ്ങാം. ശാന്തി മന്ത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ആദ്യം. ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ഓം സഹന വവതു. എന്താണ്? ഓം സഹന വവതു. സഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സഹപാഠി, സഹപ്രവർത്തകൻ. എന്താ അതിന്റെ അർത്ഥം? കൂടെയുള്ള ആള്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉപനിഷത്തും വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. എൻ്റെ ഇവിടുത്തെ ഈ ഇരിപ്പ് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, ഈ ഭഗവത്ഗീതയും ഉപനിഷത്തും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ വേദങ്ങളും ഉപനിഷത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. വേദങ്ങള് ആചാര്യൻ ഒരു ഉയർന്ന തലത്തിൽ ഇരുന്നിട്ടാണ് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഉപനിഷത്ത് ശിഷ്യനും ഗുരുവും ഒരേ തലത്തിൽ നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സഹന വവതു. വവതു എന്നുള്ള വാക്കിന്റെ അർത്ഥം സംരക്ഷണം, പ്രൊട്ടക്ഷൻ എന്നാണ്. എന്താണ്? പ്രൊട്ടക്ഷൻ. അതായത് ഈ ജ്ഞാനത്തിന്, നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ജ്ഞാനത്തിന് നമ്മളെ രണ്ടുപേരെയും എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? രണ്ടുപേരെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മളെ രണ്ടുപേരെയും സംരക്ഷിക്കാൻ സാധിക്കട്ടെ. നമ്മളുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന ഉപനിഷത്തിന് സാധിക്കട്ടെ. അതാണ് എന്ത്? സഹന വവതു. സഹനോ ഭുനക്തു. ഭുനക്തു എന്ന് പറഞ്ഞാല് നറിഷ് ചെയ്യാൻ സാധിക്കട്ടെ, പരിപോഷിപ്പിക്കാൻ സാധിക്കട്ടെ. അതായത് ഈ അറിവോടുകൂടി എൻ്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവട്ടെ. ഈ അറിവ് എൻ്റെ ജീവിതത്തെ നറിഷ് ചെയ്യാൻ, എൻ്റെ ലൈഫിനെ നറിഷ് ചെയ്യാൻ, എൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ ഈ അറിവിന് സാധിക്കട്ടെ. അതാണെന്ത്? സഹനോ ഭുനക്തു. സഹവീര്യം കരവാവഹേ. ഒരിക്കൽ പാർലമെന്റ് ടോക്കിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കാണിത്. എന്താണ്? വീര്യം കരവാവഹേ എന്ന് വെച്ചാല് ഈ അറിവിന് എൻ്റെ ജീവിതത്തിൽ വീര്യം പകരാനുള്ള വാലർ. അതായത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു സംഗതിയാണ് ആത്മധൈര്യം എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ പതറിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ ഭയപ്പെട്ടു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? വാലർ, വീര്യം. ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പോഴേ, ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ വിൻഡോ സീറ്റാണ്. അപ്പൊ എൻ്റെ വിൻഡോ സീറ്റിൽ കയറിയിട്ട് ആരോ ഇരിക്കുന്നത്. അപ്പൊ എനിക്കിങ്ങനെ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ വിൻഡോ സീറ്റിൽ ഇങ്ങനെ തല ചാരി വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ ഒരാൾ വിൻഡോ സീറ്റിലിരിക്കുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞത് എൻ്റെ സീറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരുന്നു. അപ്പൊ എനിക്ക് ഇത്തിരി വിഷമം തോന്നി അയാളോട് അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി
അയാളോട് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാലോ എന്ന് തോന്നി. പക്ഷെ എൻ്റെ ഇരിപ്പിന്റെ സുഖം കാരണം എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു അങ്കമാലി എത്താറായപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ റെയിലിൽ ട്രാക്കിൽ വീണ് കിടക്കണ സീൻ. അപ്പൊ ശരിക്കും നോക്കിയപ്പോൾ കാണുന്നത് അവരെ പകുതി കഷ്ണമുള്ളൂ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ആ വിൻഡോ സീറ്റിലിരിക്കുന്നത്. ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണിത്. അപ്പൊ ഞാൻ വിചാരിച്ചു കഠോപനിഷത്തിന് പറ്റിയ തുടക്കം. പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? ആ കാഴ്ചയുടെ യോഗം എനിക്ക് വെച്ചിട്ടുള്ളായിരുന്നു. അത് ഞാൻ കാണേണ്ട കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് എനിക്കൊരു വലിയ പാടായിരുന്നു കേട്ടോ. കാരണം ഒരു 3 തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ടാവും ആ പാവത്തിനോട് ഇവിടെ ഇരിക്കാൻ പറയണമെന്ന്. പക്ഷെ എന്തോ ഒരു ചെറിയ സ്വാർത്ഥത സമ്മതിച്ചില്ല. അതിനെ തിരിച്ച് അപ്പൊ തന്നെ പണി കിട്ടി. ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, പണി അപ്പ കിട്ടുന്നുണ്ട്, പിന്നത്തേക്ക് വെക്കുന്നില്ല. അപ്പൊ സഹനോ ഭുനക്തു സഹവീര്യം കരവാവ. ഇത് നമുക്ക് എന്ത് തരട്ടെ? വീര്യം തരട്ടെ, വാലർ തരട്ടെ. ഈ അറിവ് നമുക്ക് ധൈര്യം പകരട്ടെ. സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു. ഭയങ്കര രസമുള്ള വാക്കാണ്. എന്താണ് തേജസ്വിനാമതീതമസ്തു എന്ന് വെച്ചാല് ഈ അറിവ് നമ്മളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരട്ടെ, അതൊരു മാർഗദർശിയായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ അറിവ് ഒരു വഴികാട്ടിയായി മാറട്ടെ, ഇതൊരു ലൈറ്റായി മാറട്ടെ, വെളിച്ചമായി മാറട്ടെ. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? മാ വിദ്വിഷാവഹേ, ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈൻ. എന്താണ് മാ വിദ്വിഷാവഹേ എന്ന് വെച്ചാല്, ഒരു ശിഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്. എങ്ങനെ ജഡ്ജ് ചെയ്യരുത്? ഇയാളിത് എന്ത് പഠിപ്പിക്കാം, കുറെ നേരമല്ലത് തുടങ്ങണമല്ലോ. മറ്റേ കഴിഞ്ഞ കഠോപനിഷത്ത് ആ ആചാര്യൻ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇങ്ങനെ ജഡ്ജ് ചെയ്യാണ്ട്, ഒരു ഗുരുവിനെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കണം. അതുപോലെ ഒരു ഗുരു ഒരിക്കലും ഒരു ശിഷ്യനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇവനോട് ഇതൊക്കെ പറഞ്ഞാൽ മതി, ധാരാളം, ഇത്രയൊക്കെ തന്നെ ധാരാളം. ഇത് തന്നെ ഇവന് മനസ്സിലാവുമെന്ന് സംശയമാണ്. ഇങ്ങനെയൊന്നും ഒരു ശിഷ്യനെ ഗുരു എന്ത് ചെയ്യരുത്? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഗുരുവിനെ ശിഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യരുത്? ജഡ്ജ് ചെയ്യരുത്. മാ വിദ്വിഷാവഹേ, നമ്മൾ തമ്മിൽ എന്തുണ്ടാവരുത്? ഒരു കോൺഫ്ലിക്റ്റ്, ഒരു വിദ്വേഷം ഉണ്ടാവരുത്. നമ്മൾ തമ്മിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് എന്തുണ്ടാവരുത്? ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ നമുക്കൊരു 3 പ്രാവശ്യം ശാന്തി മന്ത്രം ചൊല്ലാം. 3 പ്രാവശ്യം എന്തിനാ ചൊല്ലണേ? ഒന്ന്, ചുറ്റുപാടും ശാന്തി ഉണ്ടാവണം, എൻ്റെ ശരീരത്തിന് ശാന്തി ഉണ്ടാവണം, എൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവണം. ഈ 3 രീതിയിൽ ശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു അറിവ് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ഇല്ല, കറക്റ്റ് അല്ലേ പറഞ്ഞു? ഇപ്പൊ പുറത്ത് ബഹളം നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേൾക്കാനോ സ്വീകരിക്കാനോ പറ്റുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ സാധിക്കുമോ? ഇല്ല. നമ്മുടെ മനസ്സിൽ 100 ചിന്തകൾ ഉണ്ടെങ്കിൽ സാധിക്കുമോ? അപ്പൊ എന്തൊക്കെ വേണം? ചുറ്റുപാടും ശാന്തി, ശരീരത്തിന് ശാന്തി, മനസ്സിന് ശാന്തി. കണ്ണടച്ചു വയ്ക്കാം. 3 പ്രാവശ്യം ഓം ചാൻറ്റ് ചെയ്യാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സഹനാവവതു സഹനാവവതു ഓം സഹനോ ഭുനക്തു ഓം
सहनो भुनक्तु ओम सहवीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै ओम शांति 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 ओम സാവകാശം കണ്ണു തുറക്കാം. ഗീതയിലേക്ക് ഞാൻ വന്നതിന്റെ പിന്നിലൊരു കഥ ഉണ്ടായിരുന്നു. അത് ഭഗവത്ഗീത കേട്ടവർക്കറിയാം. കഠോപനിഷത്തിലേക്ക് ഞാൻ വന്നതിന്റെ പിന്നിലും ഒരു കൊച്ചു കഥയുണ്ട്. ആ കഥയിൽ നിന്ന് തുടങ്ങാം. 2018 ജനുവരി 3 അമ്മ മരിക്കുന്നത്. എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ മുസ്ലിം മതപ്രകാരമായിരുന്നു കർമ്മങ്ങൾ. അപ്പോൾ അമ്മയെ ഖബറടക്കി. പള്ളിയിൽ നിന്ന് ഞാനിങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ വീടെത്താറായപ്പോൾ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ കോള്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കോളാണ്. അത്ഭുതമൊന്നും തോന്നിയില്ല. അദ്ദേഹം ഫോണ് എടുത്ത ഉടനെ തന്നെ പറഞ്ഞതാണ്, ആശ്വസിപ്പിക്കാനൊന്നും അദ്ദേഹം നിന്നില്ല. അദ്ദേഹം പറഞ്ഞതാണ്, എല്ലാം കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു എന്നോട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതും ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ അടുത്ത പറയുന്ന ഒരു ചോദ്യം, ഒരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഗുരുദേവൻ പറഞ്ഞു, സജി മില്ലുമ്മ എന്നാണ് അമ്മയുടെ പേര്. സജി, മില്ലുമ്മ എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു. മില്ലുമ്മ നല്ല സമാധാനത്തിലാണ് എന്ന് പറഞ്ഞു. എന്താണ്? മില്ലുമ്മ എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു. മില്ലുമ്മ നല്ല സമാധാനത്തിലാണെന്ന്. അപ്പൊ ഞാൻ നമ്മളുടെ റാഷണൽ മൈൻഡ്, നമ്മുടെ ലോജിക്കൽ മൈൻഡ് വെച്ചിട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാനും അമ്മയുമായിട്ടുള്ള അടുപ്പം നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഗുരുദേവൻ. അതുകൊണ്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മഴ പ്രശ്നമല്ലല്ലോ? ക്ലിയർ അല്ലേ? ബാക്കിലേക്ക് ക്ലിയർ അല്ലേ? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം, ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയുടെ അമ്മ ഇപ്പം ജീവനോടുണ്ട്. എൻ്റെ അമ്മൂമ്മ ഉണ്ട്. അപ്പൊ അമ്മൂമ്മ ചില സമയത്ത് ചില കാര്യങ്ങൾ ഒരു വെളിവില്ലാത്ത രീതിയിൽ സംസാരിക്കും. ചിലപ്പോൾ നല്ല ബോധത്തോടെ സംസാരിക്കും, ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ അമ്മയെ ഈ പറഞ്ഞ പോലെ ഖബറടക്കി തിരിച്ചു വരുന്നു. ഗുരുദേവൻ ഈ കാര്യം സംസാരിക്കുന്നു ഫോണിലൂടെ. ഞാൻ വീട്ടിലോട്ട് കയറുമ്പോൾ അമ്മുമ്മ എന്നെ വിളിക്കുകയാണ് റൂമിലേക്ക്. ഇതാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. എന്നെ അടുത്തിരുത്തി. മില്ലുമ്മ വിളിച്ചിരുന്നു. ഇപ്പോ പറയണ വെക്കണം, ശ്രദ്ധിക്കണം. എന്തെന്നാ? മില്ലുമ്മ വിളിച്ചിരുന്നു. ഇപ്പം അവള് പറഞ്ഞു അവള് നല്ല സമാധാനത്തിലിരിക്കുകയാണ് ഉമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ടെന്ന്. എന്തെന്നാ? അവള് പറഞ്ഞു അവള് നല്ല സമാധാനത്തിലിരിക്കുകയാണ് ഉമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ടെന്ന്. അപ്പൊ ഈ സമാധാനം എന്നുള്ള വാക്ക് ഇവര് രണ്ടുപേരും പറഞ്ഞു എന്നുള്ളതാണ്. എന്ത്? ഗുരുദേവൻ പറഞ്ഞു മില്ലുമ്മ നല്ല സമാധാനത്തിലിരിക്കുന്നു. ഉമ്മ പറയുന്നു മോള് വിളിച്ചിരുന്നു ഇപ്പോ, ഉമ്മ വിഷമിക്കല്ലേ കേട്ടോ, ഞാൻ നല്ല സമാധാനത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ഞെട്ടി. ഇത് രണ്ടും എങ്ങനെയാണ് ഈ വാക്കുകൾ വന്നത്? ഇതെങ്ങനെ ഒരു കോയിൻസിഡൻസ് ആവണമെന്ന് ഞാനൊന്ന് ഞെട്ടി. അങ്ങനെയാണ് കഠോപനിഷത്ത്. അവിടെ ഇവിടെ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, മുഴുവനായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ
കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ ശരീരം വിടുമ്പോൾ, ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് ആദ്യം ചെന്നെത്തുന്നത് നമ്മളുടെ ഗുരുവിന്റെ അടുത്തേക്കാണെന്നാണ് പറയുന്നത്. കഠോപനിഷത്ത് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആത്മാവ് ആദ്യം ചെല്ലുന്നത് എങ്ങോട്ടാണ്? നമ്മളുടെ ഗുരുവിന്റെ അടുത്തേക്കാണ്. പിന്നെ നമ്മളുടെ എന്താ പറയുക, പിതൃകള്, നമ്മുടെ പൂർവികര്, അങ്ങനെയാണ് അത്ര ആത്മാവിന്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോ ഈ പറഞ്ഞതുമായിട്ട് അതിനൊരു ബന്ധമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കഠോപനിഷത്തിലേക്ക് പ്രവേശിക്കുന്നതും പഠിക്കാൻ തുടങ്ങുന്നതും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ കഠോപനിഷത്ത് തുടങ്ങുന്നത്. ഇനി നമുക്ക് കഠോപനിഷത്തിലേക്ക് വരാം. കഠോപനിഷത്ത് തുടങ്ങുന്നത് മനോഹരമായിട്ടുള്ളൊരു കഥയിലൂടെയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കഥയിലൂടെയാണ് കഠോപനിഷത്ത് സ്റ്റാർട്ട് ചെയ്യണത്. പണ്ട് പണ്ട് പണ്ട്, അങ്ങനെയല്ലേ കഥ തുടങ്ങണ്ട അല്ലേ? എന്താണ് പണ്ടെന്ന് പറഞ്ഞത്? ശരിക്കും പണ്ടാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. പണ്ട് 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 വാജസ്രവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ജീവിച്ചിരിക്കുന്നു. എന്താണ് വാജസ്രവ? വാജ എന്നുള്ള വാക്കിന്റെ അർത്ഥം അന്നം എന്നാണ്. എന്താണ്? ഫുഡ്, ഭക്ഷണം. സ്രവ എന്ന വാക്കിന്റെ അർത്ഥം പേര് കിട്ടിയത്, പേരെടുത്തത്. അപ്പോ അന്നം മൂലം പേരെടുത്ത ഒരാള് എന്ന അർത്ഥം വരുന്ന പേരാണെന്ത്? വാജസ്രവ. അതായത് ഭക്ഷണം കൊണ്ട്, ഭക്ഷണത്താൽ, ഭക്ഷണം കാരണം അയാൾക്ക് എന്ത് കിട്ടി? ഹി ബിക്കെയിം പോപ്പുലർ ബിക്കോസ് ഓഫ് ഫുഡ്. അങ്ങനെ പറയാം ഇംഗ്ലീഷിൽ. എന്താണ്? ഹി ബിക്കെയിം പോപ്പുലർ ഓൺലി ബിക്കോസ് ഓഫ് ഫുഡ്. അപ്പൊ ഫുഡ് കാരണം പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് ആര്? വാജസ്രവ. അപ്പൊ ഫുഡ് കാരണം നമുക്ക് എങ്ങനെയൊക്കെ പോപ്പുലർ ആവാം? ഇപ്പൊ തീറ്റ റെപ്പായി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാൾ എങ്ങനെ പോപ്പുലർ ആയത്? ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അയാൾ ഭക്ഷണം കാരണം പോപ്പുലറായി. വാജസ്രവ അങ്ങനെ പോപ്പുലറായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. ഭക്ഷണം ഉണ്ടാക്കി വിറ്റിട്ട് ഇപ്പൊ പാരഗൺ പോപ്പുലറായി, ഇല്ല? ശരിയല്ലേ? ആണോ? യെസ് ഓർ നോ? എന്തൊക്കെയോ പറയുന്ന ലോകത്ത് തന്നെ 10 റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെയൊക്കെ ഇടം പിടിച്ച റെസ്റ്റോറൻ്റ് ആണ് കോഴിക്കോട്ടുള്ള പാരഗൺ. അപ്പോ ഭക്ഷണം മൂലം പോപ്പുലറായി, ഭക്ഷണം വിറ്റത് കൊണ്ട്. അപ്പൊ വാജസ്രവത് ഭക്ഷണം വിറ്റത് കൊണ്ട് പോപ്പുലർ ആയതായിരിക്കുമോ? അല്ല. വാജസ്രവ അന്നദാനത്തിലൂടെ ലോക പ്രശസ്തി നേടിയ ആളാണെന്ന്. എന്താണ്? അന്നദാനത്തിലൂടെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക ആള്. അത് സന്തോഷത്തോടെ കൊടുക്കും. അങ്ങനെ പ്രശസ്തനായ ഒരാളാണ് ആര്? വാജസ്രവ. എവിടെ പോയാലും ആരാധ്യനായ ഒരാളായിട്ട് മാറിയാര്? വാജസ്രവ. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാര്? വാജസ്രവ. അങ്ങനെ അന്നദാനത്തിലൂടെ അദ്ദേഹത്തിന് വാജസ്രവ എന്നുള്ള പേരും വന്നു. അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ പേരാണ് വാജസ്രവസ്. വാജസ്രവസ് ഈ അച്ഛനെ കണ്ടു വളർന്നതുകൊണ്ട് വാജസ്രവസിന് ഒരു ചിന്ത വന്നു, എൻ്റെ അച്ഛൻ വളരെ പ്രശസ്തനാണ്, എനിക്ക് അച്ഛനേക്കാളും പ്രശസ്തനാവണം. വാജസ്രവ പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് അന്നദാനം ചെയ്തതല്ല, അന്നദാനം ചെയ്തതുകൊണ്ട് പ്രശസ്തനായതാണ്. പക്ഷെ വാജസ്രവസിന് തോന്നി പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? എന്താണ്? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചാരിറ്റി ഒക്കെ ചെയ്യും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചെക്കും കൊടുക്കും. ഒരു പാവം പിടിച്ചവന് അത് വാങ്ങിക്കണ ഫോട്ടോയും ഉണ്ടാവും. അവന്റെ ഒരു നാണക്കേട് ആലോചിച്ച് നോക്കണേ. എന്നിട്ട് അത് ലോകം മുഴുവനും ഫ്ലെക്സ് അടിച്ചു വെക്കുകയും ചെയ്യും ഇത് ചെയ്തു എന്നുള്ളത്. അങ്ങനെ ആ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ്, ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ കാറ്റഗറിയിൽ പെട്ടുന്ന ഒരാളാണ് ആര്? വാജസ്രവസ്. അയാൾക്ക് അച്ഛനേക്കാളും പിതാവിനേക്കാളും എന്താവണം? പ്രശസ്തനാവണം. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, അന്നദാനം മാത്രം ചെയ്താ പോരാ, ഞാനൊരു യജ്ഞം നടത്താൻ പോവാണ്. ആ യജ്ഞത്തിന്റെ പേരാണ് വിശ്വജിത് യജ്ഞം. എന്താണ്? വിശ്വജിത് യജ്ഞം, ലോകത്തെ ജയിക്കുന്ന യജ്ഞം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ലോകത്തെ ജയിക്കുക, പാശ്ചാത്യരൊക്കെ ലോകത്തെ ജയിക്കുന്ന എങ്ങനെയാണ്? ലോകം കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്.
ആയുധം ഉപയോഗിച്ചൊക്കെ ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ടാണ്. They are conquering the world through army, through force. But we Indians conquer the world through love, through giving. That is the difference. രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഭാരതീയർ ലോകത്തെ കീഴടക്കിയത് മുഴുവനും കൊടുത്തിട്ടാണ്, പിടിച്ചെടുത്തിട്ടല്ല. എന്തൊരു സംസ്കാരമാണെന്നറിയോ നമ്മളുടെ. വിശ്വജിത് യജ്ഞം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ലോകത്തെ കീഴ്പ്പെടുത്തി ജയിക്കലാണെന്ന്. അല്ല, ലോകത്തിന് കൊടുത്ത് ജയിക്കലാണെന്ത് വിശ്വജിത് യജ്ഞം. കൊടുക്കുന്നവനാണ് ഇവിടെ ജയിക്കുന്നത്, കിട്ടുന്നവനല്ല. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, കൊടുക്കുന്നത്രയും സന്തോഷം ഒരിക്കലും കിട്ടുമ്പോ ലഭിക്കാറില്ല. പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ അത്ര മര്യാദയുള്ള ആൾക്കാരും അല്ല നമ്മള്. ഒരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ഉപയോഗം ഇല്ലാണ്ട് വെച്ചിരിക്കുന്ന ഒരു വസ്തു എടുത്തിട്ട് നല്ലോണം പൊതിഞ്ഞുകൊണ്ടേ കൊടുക്കും നമ്മള്. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ആദ്യമേ പോയി വാങ്ങിക്കുക ഒരു റാപ്പിംഗ് പേപ്പറാണ്, എന്നിട്ട് പൊതിഞ്ഞുകൊണ്ടേ ഒരു കാസറോളും കൊണ്ട് പോകും. 15 കൊല്ലം മുമ്പ് നമ്മളുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ കാസറോള് നേരെ എടുത്തിട്ട് ഒരു ബർത്ത്ഡേക്ക് കൊടുക്കും. അതല്ല കൊടുക്കല്. ഗുരുദേവ് പറയുന്നത്, വെൻ യു ഡു ചാരിറ്റി, വെൻ യു ഡു ദാനം, യു ഷുഡ് ഫീൽ എ പിഞ്ച് ഓഫ് പെയിൻ എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മള് ദാനം കൊടുക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് വെയിറ്ററിന് ടിപ്പ് കൊടുക്കുന്നത് പോലെ ദാനം കൊടുക്കരുത്. ഒരു വേദന അനുഭവിക്കണം എന്ന് പറയണം, എന്നാലേ ദാനം ആവുള്ളൂ എന്ന് പറയണേ. നമുക്കിങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്ര അല്ല ദാനം. നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ വേദന തോന്നിയിട്ട് കൊടുക്കുന്നതാണ് ദാനം എന്ന്. ഒന്ന് കൈയടിക്കണം കേട്ടോ, മനസ്സിലാവുണ്ടോ? പക്ഷെ നമ്മള് വളരെ വളരെ നമ്മുടെ പോക്കറ്റിൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കൊടുത്താൽ നമ്മൾക്ക് ഒട്ടും ഫീൽ ചെയ്യാത്തൊരു എമൗണ്ട് ആണ് നമ്മൾ പലപ്പോഴും എന്തായിട്ട് കൊടുക്കുക, ദാനമായിട്ട് കൊടുക്കുക. കറക്റ്റ് അല്ലേ സ്വർണ്ണം? ഇപ്പൊ ഞാനിപ്പോ ഭഗവത്ഗീത എടുക്കുമ്പോഴേ ഇത് ഈ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചില ആൾക്കാർ ദക്ഷിണ ഇടും, അവരെ കണ്ടാൽ അറിയാം അവർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന്. അവര് ആ വെന്യൂലേക്ക് വരാൻ ചിലപ്പോൾ ഒരു 100 റുപ്യ ആയിരിക്കും ഒരു ദിവസത്തെ ഓട്ടോന്റെ ചാർജ്. ഇടുന്ന ദക്ഷിണ 50 രൂപ ആയിരിക്കും 4 ദിവസം ഭഗവത്ഗീത കേട്ടാല്. ഞാനിത് കുറ്റമായിട്ട് പറയണല്ല, നമ്മളുടെ ആൾക്കാര് ഏറ്റവും കുറവ് ദാനം ചെയ്യുന്ന ആൾക്കാരാണ് അധികവും. എല്ലാവരും അല്ല, അധികവും. ഒരുപാട് കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ വിഭാഗം വേറെ ഉണ്ട്. പക്ഷെ ഗുരുദേവൻ പറയണത് ദാനം കൊടുക്കുമ്പോൾ ആ ഒരു വേദന അറിഞ്ഞു വേണം കൊടുക്കാൻ. അങ്ങനെ വിശ്വജിത്ത് ദാനം ചെയ്യാണ്. ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് വാജസ്രവസിലേക്ക് വരാം, വിശ്വജിത്ത് യജ്ഞത്തിലേക്ക് വരാം. അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ കീഴടക്കിയത് ശക്തി ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? കറക്റ്റ് അല്ലേ സാർ? അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, എൻ്റെ കൈകൾ രണ്ടും തുറന്നു വെക്കണം, കാരണം ഇതെല്ലാം കീഴ്പ്പെടുത്തി നേടിയ ഞാൻ അവസാനം ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ലോകം അറിയണം എന്ന് പറഞ്ഞിരുന്നു. അറിയാലോ അല്ലേ? നമുക്ക് അറിയാം, കേട്ടിട്ടുണ്ടല്ലോ. എത്ര പേര് അത് കേട്ടിട്ടുണ്ട്? വെരി ഗുഡ്. വെറുതെ കൈവക്കരുത് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അലക്സാണ്ടർ ചക്രവർത്തി അങ്ങനെ പറയാൻ കാരണം? ഉറപ്പായിട്ടും പിടിച്ചെടുത്ത് മാനസിക സുഖം ഒരിക്കലും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവില്ല. അവസാന നാളുകളിൽ കടുത്ത ഡിപ്രഷനിലൂടെ അദ്ദേഹം പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ കുറ്റബോധത്തിലാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ കൈകൾ തുറന്നു വെക്കണം, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ലോകം അറിയട്ടെ. മനസ്സിലാവുണ്ടോ? നമുക്ക് വാജസ്രവസിലേക്ക് തിരിച്ചു വരാം. വാജസ്രവസ് ദാനം ചെയ്യാണ്. കാരണം ഒരു യജ്ഞം വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, ഒരു യജ്ഞം വിജയിക്കണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ നടന്നിരിക്കണം. എന്തൊക്കെയാണ്? ഒരു യജ്ഞം വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം, എന്നാലേ യജ്ഞം വിജയിക്കുള്ളൂ. മഴ പെയ്തിരിക്കണം. മഴ പെയ്യുന്നുണ്ട്, കൈയടിച്ചേ. വെറുതെ പറഞ്ഞ കേട്ടോ, ഇതൊന്നും ഇതിൽ പെടുന്നല്ല. 3 കാര്യങ്ങൾ നടന്നിരിക്കണം. ഒന്ന് ദേവി പൂജ.
ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയിരിക്കണം. അപ്പൊ ഇവിടെ ഗുരുപൂജ ഓൾറെഡി സംഭവിച്ചു, നല്ല ഭജൻസ് പാടി. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? ദേവി പൂജ നടന്നിട്ടുണ്ട്. സംഗതികരണ, ഇതാണ് രണ്ടാമത്തത്. എന്താണ് സംഗതികരണ എന്ന് വെച്ചാൽ അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ആർക്കും വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവർക്ക് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ മഴയൊന്നും കൊള്ളാതെ അത്യാവശ്യം ഫാൻ്റെ അടിയിൽ നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആണോ? അപ്പോൾ രണ്ടാമത്തത് ഇവിടെ കറക്റ്റാണ്. 3, ഒരു യജ്ഞം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ദാനം നടന്നിരിക്കണം. ഇപ്പൊ എന്തൊക്കെയാണ്? ദേവി പൂജ, സംഗതികരണ, 3 എന്താണ്? ദാനം. അപ്പോൾ വാജിശ്രവസ് വിശ്വജിത് യജ്ഞം നടത്താണ്. വെൽ ഓർഗനൈസ്ഡ് ആണ്, പൂജാരിമാരുണ്ട്, അവിടെ ആളുകളൊക്കെ വരുന്നു, എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. ദാനവും ചെയ്യാണ്. അദ്ദേഹം ദാനം ചെയ്യുന്നത് പശുക്കളെയാണ്. ശ്രദ്ധിക്കണം, ആരെയാണ്? പശുക്കളെ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്തായിരുന്നു എന്ത്? പശു. ഇന്ന് ഏറ്റവും കൂടുതൽ ബാങ്ക് ബാലൻസ് ഉള്ള ഒരാളാണ് സമ്പന്നനെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ പശു ഉള്ള ആളെയാണ് സമ്പന്നനായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പോൾ പശുക്കളെയാണ് ഇദ്ദേഹം ദാനം ചെയ്യുന്നത്. ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ പുത്രൻ 9 വയസ്സുള്ള നചികേതസ് പിതാവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. 9 വയസ്സുള്ള നചികേതസ് പിതാവിന്റെ ഈ പ്രവൃത്തികൾ നോക്കി. ഇപ്പൊ നമ്മളുടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ അഭിമാനത്തോടു കൂടി നമ്മൾ നോക്കിയിരിക്കൂല്ലേ? കറക്റ്റ് അല്ലേ? സ്വർണ്ണോ അല്ലേ? അപ്പൊ പിതാവിന്റെ ഈ പ്രവൃത്തി കണ്ട് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നചികേതസ് പിതാവിന്റെ ഈ പ്രവൃത്തി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ദാനം നോക്കിയിരിക്കുകയാണ്, പശുക്കളെ ദാനം ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് നചികേതസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് ഈ ദാനത്തില് ഒരു ചെറിയ പെശകുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ ദാനത്തില്. എന്താണ് കുഴപ്പം? കറവ പറ്റിയ എല്ലും തോലുമായ വെള്ളം കുടിക്കാൻ പോലും ആരോഗ്യമില്ലാത്ത പശുക്കളെയാണ് പിതാവ് ദാനം ചെയ്യുന്നത്. അതിനൊരു കയ്യടി ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെന്തുദ്ദേശത്തില്ല കയ്യടിച്ചതെന്ന് മനസ്സിലാവണില്ല. എന്തായാലും വേസ്റ്റ് ആക്കണ്ട, അടിച്ചേക്ക്. അപ്പൊ ഒരു പ്രയോജനവും ഇല്ലാത്ത, കിട്ടുന്നവന് ബാധ്യതയായി മാറുന്ന പശുവിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ദാനം ചെയ്യുന്നത്. വാജിശ്രവസ് പേരിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ പശുക്കളെ 3 ഡിവൈഡ് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് പശുക്കളെ തൻ്റെ പേരിലോട്ടാക്കി എങ്ങോട്ടും മാറ്റി. രണ്ടാമത്തെ അതിലും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പശുക്കളെ ഭാര്യയുടെ പേരിലാക്കി. ഒന്നിനും കൊള്ളാത്ത പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തു? ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമുക്ക് വേണേൽ കണക്കാക്കാം. ഇങ്ങനെയൊന്നും കടോപനിഷത്തിൽ ഇല്ലല്ലോ സാറേ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇടയ്ക്ക് ചില മസാലകൾ എന്നിൽ നിന്നും വന്നില്ലെങ്കിൽ പിന്നെ അത് രസമാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ വേദവിദ്യാർത്ഥിയാണ് ആര്? നചികേതസ്. ഇന്റലിജന്റ് ബോയ് ആണ്, ഷാർപ്പാണ്, ബ്രാഹ്മണനാണ്, വേദങ്ങൾ പഠിക്കുന്നവനാണ്, സാത്വികനാണ്, ഹൈലി ഇന്റലിജന്റ് ആണ്. അവന് ഈ ദാനത്തിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. ദാനം കൊടുക്കേണ്ടത് എപ്പോഴും പ്രഷ്യസ് ആയിട്ടുള്ള മൂല്യം കൂടിയ വസ്തുക്കളാണ്. ഒരു മൂല്യമില്ലാത്തത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പോ നചികേതസിന് തോന്നി പിതാവ് ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ പിതാവ് ഒരു തെറ്റ് ചെയ്യുകയാണ്, ഒരു പാപം ചെയ്യുകയാണ്. ഇതിന്റെ ഫലം പിതാവ് അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പൊ അദ്ദേഹം ഈ കുട്ടി വീണ്ടും ആലോചിക്കുകയാണ്, കൊടുക്കുമ്പോൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതിയല്ലേ കൊടുക്കേണ്ടത്? ഏറ്റവും പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമല്ലേ കൊടുക്കേണ്ടത്? ഏറ്റവും മൂല്യമുള്ള ഒന്നല്ലേ കൊടുക്കേണ്ടത്? ഒരു മൂല്യവുമില്ലാത്ത പശുക്കളെ ആണല്ലോ കൊടുക്കുന്നത്.
കുട്ടി വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കുട്ടികൾ പലതും ആലോചിക്കുമല്ലോ. കുട്ടി വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഷ്യസ് പൊസഷൻ, ഇറ്റ് ഈസ് മീ, ഹിസ് സൺ. അദ്ദേഹത്തിന്റെ ഏറ്റവും മൂല്യമുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് ഞാനല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നെ ആർക്കായിരിക്കും കൊടുക്കുക? ആരായിരിക്കും എന്നെ കൊണ്ടുപോവുക? ഇതിങ്ങനെ ആലോചിച്ചിട്ട് നചികേതസ് ഈ തിരക്കിട്ടിങ്ങനെ നിൽക്കുന്ന വാരിശ്രവസിനോട് ചോദിച്ചു, ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ആർക്കാ കൊടുക്കുക? പുള്ളി അത് ശ്രദ്ധിച്ചേ ഇല്ല. രണ്ടാമതും ചോദിച്ചു, അതെ, എന്നെ ആർക്കാ കൊടുക്കുക? പുള്ളി ഒന്നിങ്ങനെ നോക്കി. ഭയങ്കര തിരക്കാണേ. ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ മീന ചേച്ചിയോട് നിന്നിട്ട് മറ്റേ ഇതെവിടെ ഇരിക്കുന്നത്, ഇത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവില്ല. കറക്റ്റ് അല്ലേ സ്വർണ്ണം? നമ്മൾ ഭയങ്കര തിരക്കിട്ടിരിക്കുമ്പോൾ നിസ്സാര കാര്യം കൊണ്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുമല്ലോ. രണ്ടാമത്തെ തവണ ചോദിച്ചു. വാരിശ്രവസ് തിരക്കിന്റെ ഇടയിൽ ഒരു നോട്ടം നോക്കി, ഇവരെന്ത് ചോദിക്കണം എന്നുള്ള രീതിയിൽ. കുറച്ച് കഴിയുമ്പോൾ മൂന്നാമത് ഇങ്ങനെ ശരീരം ഇങ്ങനെ ഇളക്കിയിട്ട് ചോദിച്ചു, അതെ, എന്നെ ആർക്കാ കൊടുക്കുക? കൺട്രോൾ പോയി വാരിശ്രവസിന്റെ. നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കും എന്ന് പറഞ്ഞു. ഐ വിൽ ഗിവ് യു ടു ഡെത്ത്. ഇതും പറഞ്ഞ് പുള്ളി അതങ്ങോട്ട് പറഞ്ഞു. പുള്ളിയുടെ തിരക്കിലോട്ട് അങ്ങോട്ട് മാറി. വാരിശ്രവസ് ഇരുന്നിങ്ങനെ ചിന്തിക്കുകയാണ്, മരണത്തിന് കൊടുക്കുക, കുഴപ്പമില്ല, എല്ലാവരും മരിക്കും, ഞാനൊരല്പം നേരത്തെ മരിക്കുകയാണ്, എന്നാ പിന്നെ മരണത്തിന്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ നചികേതസ് യമദേവന്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്കിത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? കാരണം നമ്മൾ കാണുന്ന കാഴ്ച എങ്ങനെയാ? മരണം എങ്ങനെയാ? നമ്മളങ്ങോട്ട് മരണത്തിന്റെ അടുത്തേക്ക് പോവുകയല്ല ചെയ്യണത്, മരണം വന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? ആണോ അല്ലേ? മരണം വന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത്. അപ്പൊ ഇത് നചികേതസ് മരണത്തിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഗുരുദേവൻ പറയുന്നുണ്ട്, ഇത് നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മരണം ഇങ്ങനെ അറിയാലോ, കാലിങ്ങനെ പോത്തിന്റെ മുകളിൽ ഇങ്ങനെ കറക്കി, ഈ സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോണ ചിത്രം നമ്മളുടെ മനസ്സിലില്ല. ഇതെങ്ങനെ ശരിയാവും? അതിന് ഗുരുദേവൻ പറയുന്ന ഒരു ഉദാഹരണം, ശ്രീബുദ്ധൻ ജനിക്കുമ്പോൾ, ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ്? ശ്രീബുദ്ധൻ ജനിക്കുമ്പോൾ ജ്യോത്സ്യന്മാര് പറഞ്ഞിരുന്നു, ഈ കുട്ടിയെ 3 കാര്യങ്ങൾ കാണിക്കരുത്. ഒന്ന്, വളരെ വയസ്സായ ആളുകളെ കാണിക്കരുത്. 2, രോഗികളെ കാണിക്കരുത്. 3, മരണം, ഡെഡ് ബോഡി കാണിക്കരുത്. 3 കാരണങ്ങൾ കാണിക്കരുത്. കാണിച്ചാൽ നിങ്ങൾക്ക് ഈ പുത്രനെ നഷ്ടപ്പെടും. ജ്യോത്സ്യരുടെ പ്രവചനമാണ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? എന്ത് കാണിക്കരുത്? വയസ്സായ ആളെ കാണിക്കരുത്, രോഗിയെ കാണിക്കരുത്, മരണം കാണിക്കരുത്. കാണിച്ചാൽ നിങ്ങൾക്ക് പുത്രനെ നഷ്ടപ്പെടും. ഒരു കാരണവശാലും കാണിക്കരുത്. അങ്ങനെ കാണിക്കാതെയാണ് ഗൗതമനെ മാതാപിതാക്കള് കൊട്ടാരത്തിൽ വളർത്തുന്നത്. കാണുന്നില്ല, വയസ്സായ അവശരെ കാണുന്നില്ല, രോഗികളെ കാണുന്നില്ല, മരണം കാണുന്നില്ല. കാണിക്കാണ്ട് വളർത്തി. പക്ഷെ 19-20 വയസ്സായപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വളരെ വയസ്സായ ഒരാളെ കണ്ടു. ചോദിച്ചു, ഇതെന്ത് ഇയാൾ ഇങ്ങനെ ഇരിക്കണേ? അപ്പൊ പറഞ്ഞു, നീയും ഇങ്ങനെ ഒരു ദിവസം. അപ്പൊ ഒരാളിങ്ങനെ രോഗിയായിട്ട് കിടക്കണ്. അതെന്തിങ്ങനെ ഇങ്ങനെ ഇയാളെന്തിങ്ങനെ കിടക്കണ? അയാൾക്ക് എണീറ്റ് നടന്നൂടെ? അതാണ് രോഗിയാ. നീ ഒരു ദിവസം രോഗിയാവും. ഒരാളിങ്ങനെ ചുമന്നുകൊണ്ട് പോണ്. അതെന്താ അയാളെ ചുമന്നുകൊണ്ട് പോണ്? അയാള് മരിച്ചു. അതെന്താ? നീ ഒരു ദിവസം മരിക്കും. ഞാനൊരു ദിവസം മരിക്കുവോ? ശ്രദ്ധിക്കണം, ഈ വാചകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു ദിവസം മരിക്കുവോ? എന്നാൽ ഞാൻ ഇപ്പോഴേ മരിച്ചു എന്നാ പറഞ്ഞ്. അതോടെ ഗൗതമൻ ആയി മാറി?
ബുദ്ധനായി മാറി. ആ തുടക്കം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഇതാണ് ഹൈറ്റ് ഓഫ് അവെയർനെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും അവബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ പ്രശ്നം അയാളുടെ സ്വന്തം പ്രശ്നമായിട്ട് മാറുന്നു. ഒരു കാഴ്ചയിലൂടെ അയാൾക്ക് ജീവിതത്തിന്റെ മുഴുവൻ കാര്യവും പിടികിട്ടുന്നു. അങ്ങനെ അത്രയും ഹൈറ്റൻഡ് അവെയർനെസ് ഉള്ള നചികേതസിന് ഒന്ന് നിന്നെ ഞാൻ മരണത്തിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അവിടെ എത്തിയതാവാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. നചികേതസ് യമരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നു. യമരാജൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അദ്ദേഹം എവിടെയോ യാത്ര പോയിരിക്കുകയാണ്, സ്ഥലത്തില്ല. എന്തോ സുനാമിയോ വെള്ളപ്പൊക്കോ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവും. യമരാജൻ ഒരു വഴിക്ക് പോകുമ്പോൾ കുറെ കളക്ഷൻ നടത്തിയിട്ടല്ലേ വരുള്ളൂ. അങ്ങനെ യമരാജൻ സ്ഥലത്തില്ല. ഒരു ദിവസം കഴിഞ്ഞു, യമരാജൻ വന്നില്ല. 2 ദിവസം കഴിഞ്ഞു, യമരാജൻ വന്നില്ല. 3 ദിവസം കഴിഞ്ഞു, യമരാജൻ വന്നില്ല. ദ ലോർഡ് ഓഫ് ഡെത്ത് ഇസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. 3 ദിവസം ജലപാനമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ യമരാജാവിനെയും കാത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ 9 വയസ്സുള്ള നചികേതസ് ക്ഷമയോടെ പുഞ്ചിരിയോടെ ധ്യാനിച്ച് കാത്തിരുന്നു എന്നാ പറയുന്നത്. 3 ദിവസം. ഈ 3 ദിവസത്തിന് നമ്മളുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ശ്രദ്ധിക്കണം. നമ്മളുടെ മരണവുമായിട്ട് ഈ 3 ദിവസത്തിന് ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഇതാണ്. എന്നിട്ട് നമുക്ക് യമന്റെ കൊട്ടാരത്തിലേക്ക് പോവാം. ആ കണക്ഷൻ ഇതാണ്. നമ്മളുടെ ജനനം പോലെ തന്നെ മരണവും ഒരു സ്ലോ പ്രോസസ്സാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ ജനനം ഇങ്ങനെ കൊണ്ട് അമ്മ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണോ? അല്ല. 9 മാസം നമ്മൾ ഗർഭാശയത്തിലായിരുന്നു അല്ലേ? കറക്റ്റ് അല്ലേ? അതിനു മുമ്പ് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും ശരീരത്തിൽ ഇങ്ങനെ സയന്റിഫിക്കലി നോക്കിയാൽ തന്നെ, ഞാൻ സയൻസ് മാത്രമാണ് പറയുന്നത് കേട്ടോ, സയന്റിഫിക്കലി നോക്കിയാൽ തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന, ഒരു ഡേറ്റിൽ സംഭവിക്കുന്നതല്ല നമ്മളുടെ ബേർത്ത്. ഒരു ലോങ് പ്രോസസ്സാണ് നമ്മളുടെ ബേർത്ത് അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണം? സത്യല്ലേ? അതുപോലെ തന്നെ ഒറ്റടിക്ക് സംഭവിക്കുന്നതല്ല നമ്മളുടെ മരണം. ഒരു ലോങ് പ്രോസസ്സാണ് നമ്മളുടെ മരണം. ആദ്യമേ തന്നെ മരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ സെൻസ് ഓഫ് ടച്ച് നഷ്ടപ്പെടുന്നു. സ്പർശിക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുന്നു. 2 സെൻസ് ഓഫ് ടേസ്റ്റ് നഷ്ടപ്പെടുന്നു. വയസ്സായ ആൾക്കാർ പറയുന്ന കേട്ടില്ലേ, ഒന്നിനും രുചിയില്ല, തീരെ ആവശ്യമായിട്ടുള്ള ആൾക്കാർ അപ്പൊ തന്നെ ഓർത്തോളൂ തുടങ്ങിയെന്ന് പ്രോസസ്സ്. സെൻസ് ഓഫ് ടേസ്റ്റ്, രുചി നഷ്ടപ്പെടുന്നു. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? 3ാമതായിട്ട് സെൻസ് ഓഫ് സ്മെൽ നഷ്ടപ്പെടുന്നു. മണക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഈ 3 ആകുമ്പോഴത്തേക്കും ഏകദേശം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കലി അനൗൺസ് ചെയ്യും ഈസ് ഡെഡ്, മരിച്ചു എന്ന് പറയും. പക്ഷെ അപ്പോഴും മരണം പൂർണ്ണമായിട്ടില്ല. 2 കാര്യം 3 ദിവസം അവശേഷിക്കും. 4ാമത്തെ ഒരു കാര്യം, സെൻസ് ഓഫ് സൈറ്റ് കുറച്ച് നേരത്തേക്കും കൂടി ഉണ്ടാവും. എന്താണ്? സെൻസ് ഓഫ് സൈറ്റ് കുറച്ച് നേരത്തേക്ക് കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് വിളക്ക് കത്തിച്ചു വെക്കണം, നിലവിളക്ക് കത്തിച്ചു വെക്കണം ഒരു ഡെഡ് ബോഡിയുടെ അടുത്തെന്നുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്നത്. കാരണം ആ വെളിച്ചം കാണാം. ആ വെളിച്ചം കാണുമ്പോൾ ഈ ആത്മാവിന് തോന്നുകയാണ്, ഞാൻ വെളിച്ചമായി മാറുകയാണ്, പേടിക്കേണ്ടതില്ല, ഞാൻ ഇരുട്ടിലേക്കല്ല പോകുന്നത്, ഞാനൊരു വെളിച്ചമായി മാറുകയാണ്. അവസാനം നഷ്ടപ്പെടുന്നതാണ് കേൾക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് പ്രാർത്ഥന, എല്ലാ റിലീജിയനിലും പ്രാർത്ഥന ഉണ്ട്. ഞാൻ ഈശ്വരനിലേക്ക് ലയിക്കാൻ പോവുകയാണ്, ഞാൻ പരമാത്മാവിലേക്ക് ലയിക്കാൻ പോവാണ്.
ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നെ ഈശ്വരൻ തന്നെ കൊണ്ടുപോവാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നവരാണ്. ഈ പ്രാർത്ഥന 5ാമത്തെ സ്റ്റേജ് ഏത്? സെൻസ് ഓഫ് ലിസണിങ്, ഹിയറിങ്. അത് 3 ദിവസം കേൾക്കാൻ പറ്റുന്നവരാണ് ആത്മാവിന്. ഇത് ഇത്തിരി അവിശ്വസനീയമാണ്, എനിക്കറിയാം. ഇന്നൊക്കെ നമുക്ക് സയന്റിഫിക് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്, പേടിക്കണ്ട. അപ്പോ ആ വീട്ടിൽ നടക്കുന്ന ഡിസ്കഷൻസ് ഒക്കെ കേൾക്കാൻ പറ്റുന്ന പറയണേ. അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാൾ വാസ്തവത്തിൽ ഇത് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആവശ്യമില്ലല്ലോ. നമ്മളുടെ വിചാരം ഈ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്നാണ്. വാസ്തവത്തിൽ പ്രാർത്ഥന വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ആത്മാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പ്രാർത്ഥന. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ ഈ സമയത്താണ് നമ്മൾ ആ പ്ലാവ് വെട്ടണോ, അവിടെ ഇട്ട് മൂടണോ, ഇവിടെ കത്തിക്കണോ, ഇതൊക്കെ കേൾക്കുമ്പോഴേ എല്ലാ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് ഈ ബോഡിയുടെ അടുത്തിരുന്നിട്ട് ഇത്തരം ഡിസ്കഷൻസ് ഒരിക്കലും നടത്താൻ പാടില്ല എന്നാ പറയണേ. പറയണ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? 3 ദിവസത്തെ പ്രസൻസ് അവിടെ ഉണ്ട്. 3 ദിവസത്തെ പ്രസൻസ്. പിന്നീട് അതിന്റെ യാത്ര അതങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. എങ്ങനെയാണ് അതിന്റെ യാത്ര? എന്താണ് ആത്മാവ്? എങ്ങനെ യാത്ര ചെയ്യുന്നതാണ് നല്ലത്? ഈ യാത്ര നന്നാക്കാൻ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? ഇതൊക്കെ നമുക്ക് നാളെ മുതൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവാം. യമരാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു. 3 ദിവസത്തെ തന്റെ പര്യടനം കഴിഞ്ഞ് യമരാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോഴാണ് തന്റെ ജീവനക്കാരിൽ നിന്ന്, തന്റെ സ്റ്റാഫിൽ നിന്ന് അറിയുന്നത് ഒരു ബ്രഹ്മചാരി ബ്രാഹ്മണൻ 3 ദിവസമായി ഭക്ഷണം വെള്ളവുമില്ലാതെ തന്റെ കൊട്ടാരത്തിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. തകർന്നുപോയി യമരാജൻ. കാരണം വിശ്വാസപ്രകാരം നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥിയെ, ആരാണെങ്കിലും അതിഥി വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ വാചകം ശ്രദ്ധിച്ച് കേൾക്കണം. അതിഥികൾ വീട്ടിൽ വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. മോനെ അച്ഛനില്ല എന്ന് പറഞ്ഞേക്കുന്ന കോളിംഗ് ബെൽ അടിക്കുമ്പോൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. ഓക്കെ, അപ്പോ അതിഥി വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. അതിഥി വീട്ടിൽ വരുമ്പോൾ അതിഥിയെ വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ലെങ്കിൽ നമ്മളുടെ പുണ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുന്ന പറയുന്നത്. അതാണ് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. നമ്മളുടെ പുണ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും. ഇത് വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു സാധാരണ അതിഥിയല്ല. ബ്രാഹ്മണൻ, ബ്രഹ്മചാരി, വേദവിദ്യാർത്ഥി, തേജസ്സോടുകൂടി, ഇങ്ങനെ പ്രകാശം സ്ഫരിക്കുന്ന മുഖത്തോടുകൂടി, ശാന്തനായി, പേഷ്യൻസ്, വിത്ത് പേഷ്യൻസ്, നചികേതസ് is waiting. ആദ്യത്തെ നോളജ് ഓഫ് കഠോപനിഷത്ത് ശ്രദ്ധിക്കുക. സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം ദാറ്റ് ഇസ് പേഷ്യൻസ്, ക്ഷമ. ഫസ്റ്റ് പോയിന്റ് ഇട്ടാ ശ്രദ്ധിക്കുക. എന്താണ് ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം? എന്താണ്? പേഷ്യൻസ്. ലൈഫിലും പേഷ്യൻസ്. വിത്ത് പേഷ്യൻസ് നചികേതസ് is waiting. നചികേതസിന്റെ ഈ ക്ഷമ കണ്ട് തല കുനിച്ച് നിന്നു എന്നാ പറയണ യമരാജൻ. മനസ്സിലാവുണ്ടോ? അതായത് മരണത്തെ തോൽപ്പിക്കാൻ വരെ നമ്മുടെ ക്ഷമയ്ക്ക് സാധിക്കും എന്നർത്ഥം. കുറ്റബോധത്തോടുകൂടി തലകുനിച്ചു നിന്നു നചികേതസിന്റെ മുമ്പിൽ മരണത്തിന്റെ ദേവൻ കാലൻ. കാലം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? കാലം മീൻസ് വാട്ട്? ടൈം. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം. കാലൻ വെറും ടൈമാണ് കേട്ടോ. ടൈം നമ്മളെല്ലാവരും കൊണ്ടുപോകില്ലേ?
കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ 3 ദിവസം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നും നൽകിയില്ലല്ലോ, ഈ കുട്ടീനെ സൽക്കരിച്ചില്ലല്ലോ, കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ. കുറ്റബോധത്തോടു കൂടിയിട്ട് ഈ കുട്ടീനോട് ചോദിക്കുകയാണ്. യമരാജൻ പറയാണ്, നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ ക്ഷമ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ബാല. നിനക്ക് ഞാൻ 3 വരം നൽകാൻ പോവുകയാണ്. എന്തെന്ന്? നിനക്ക് ഞാൻ 3 വരം നൽകാൻ പോവുകയാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എന്നിട്ട് നിനക്ക് ചോദിക്കാനുള്ളത് നീ എന്നോട് ചോദിച്ചോളൂ, നീ വന്ന കാരണം പറഞ്ഞോളൂ. പക്ഷെ ആദ്യമേ തന്നെ ഞാൻ നിനക്ക് 3 വരം നൽകുകയാണ്. വെരി ഇന്റലിജന്റ്, വെരി ഷാർപ്പ് നജികേതസ്. ആദ്യത്തെ വരം എന്താണെന്നറിയോ ചോദിക്കുന്നത്? ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പിതാവ് എന്നെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം. അതിലുള്ളൊരു ഇന്റലിജൻസ് മനസ്സിലായല്ലോ അല്ലെ? എന്താണ്? ഒന്ന്, ഞാൻ തിരിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പാക്കണം. എൻ്റെ പിതാവ് എന്നെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം. ഇവിടെ ഒരു 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 പോയിന്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നജികേതസിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇംപ്രഷനാണ് അവിടെ നിന്ന് വരുമ്പോൾ പിതാവ് കോപിഷ്ഠനായിട്ട് പറഞ്ഞ വാക്കുകളും കോപിഷ്ഠനായിട്ടുള്ള പിതാവിന്റെ രൂപവും. ഇപ്പം മനസ്സിലാവുണ്ടോ? ആ ഇംപ്രഷനോട് കൂടിയിട്ടാണ് നജികേതസ് ആ സ്ഥലം വിടുന്നത്. ആ ഇംപ്രഷനാണ് മനസ്സിൽ കിടക്കുന്നത് മുഴുവനും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്നെ എൻ്റെ പിതാവ് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടി എന്നെ സ്വീകരിക്കണം ഞാൻ തിരിച്ചു പോകുമ്പോൾ. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മരണത്തിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. മരണത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം. നമ്മൾ ഏത് മൂഡിൽ കിടന്നുറങ്ങുന്നോ, ഇപ്പൊ നമ്മൾ സന്തോഷത്തോടുകൂടി ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു, അല്ല വിഷമത്തോടുകൂടി വഴക്കിട്ടിട്ട് കിടന്നുറങ്ങുന്നു, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം അതേ മൂഡിൽ തന്നെ ആയിരിക്കും എഴുന്നേറ്റ് വരിക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറക്റ്റ് അല്ലേ സ്വർണം? അതുപോലെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ആലോചിച്ചിട്ടാണോ ഉറങ്ങിപ്പോയത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം വരുന്ന ചിന്തയും ആ ചിന്തയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് കൈയടിച്ച, ഇവിടേക്ക് ഒന്ന് കൈയടിക്കുക. ഇതാണ് ഡെത്തിന്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ എന്ത് ഇംപ്രഷനിലാണോ we are leaving this world, we will come back with the same impression. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? എന്ത് മനസ്സിൽ ഉറച്ച ഒരു ആഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ വെറുപ്പോടുകൂടി എന്തുകൊണ്ടാണോ നമ്മൾ പോയത്, അതും കൊണ്ടായിരിക്കും നമ്മൾ വീണ്ടും തിരിച്ചു വരിക. നോക്ക്, നജികേതസിന്റെ സ്ട്രോങ്ങസ്റ്റ് ഇംപ്രഷൻ അച്ഛന്റെ കോപിഷ്ഠനായിട്ടുള്ള അച്ഛന്റെ മുഖമാണ്. അച്ഛന്റെ കോപം മാറണം. ഇതാണ് ഒരു പോയിന്റ്. നിസ്സാര ആഗ്രഹമാണ് പറയുന്നത് കേട്ടോ. ആര്? നജികേതസ്. അച്ഛന്റെ കോപം മാറണം. യമരാജാവിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. യമരാജാവിനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്ത് നൽകും? നിസ്സാര ആഗ്രഹം. എന്താണ്? അച്ഛൻ എന്താ അവിടെ പ്രശ്നം? എന്നെ അച്ഛൻ സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. ഈ പോയിന്റ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. എന്ത് ക്ലാസിക്കാന്നറിയ ഈ എക്സാമ്പിള്. കഠോപനിഷത്തിലെ ഈ കഥ ഒരുപാട് അറിവ് നമ്മൾക്ക് നൽകാനും കൂടിയിട്ടുള്ള കഥയാണ് കേട്ടോ. ഈ ഉദാഹരണം നോക്കുക. യമരാജൻ എന്ത് നൽകാം? ആഗ്രഹിക്കുന്ന ചെറിയ കാര്യമാണ്. അച്ഛൻ ദേഷ്യം ഉണ്ടാവരുത്, സ്നേഹത്തോടെ സ്വീകരിക്കണം. അതായത് ഗുരുദേവ് പറയുന്നത്, നമ്മളുടെ മനസ്സ് വിശാലമാവുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാകുന്നു. നമ്മുടെ മനസ്സ് ഇടുങ്ങിയതാവുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ വലുതാകുന്നു. കൈയടിച്ച്. എപ്പോഴൊക്കെ നമ്മളുടെ മനസ്സ് വിശാലമായോ നമുക്ക് ചെറിയ ആവശ്യങ്ങൾ മതി, നേരെ മറിച്ച് നമ്മളുടെ മനസ്സ് ഇടുങ്ങിപ്പോയോ, വിത്ത് ദ സ്മോൾ മൈൻഡ് ബിഗ് ഡിസയേഴ്സ് വിൽ കം.
and with a big mind. Small things are needed for the satisfaction. Very small things are required. എന്തൊരു പോയിന്റ് അല്ലേ ഇത്? നമുക്ക് കൈയടിച്ചേ. അപ്പൊ തന്നെ ഗ്രാൻറ്റഡ്. ആര് പറഞ്ഞു? ഏമദേവൻ പറഞ്ഞു ഗ്രാൻറ്റഡ്. കഠോപനിഷത്ത് മനുഷ്യന്റെ ആയസിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 4ആയിട്ട്. 100 വർഷമാണ് അന്നത്തെ ആയുസ്. ഇന്നിപ്പോ എത്രയാണ് ആയുസ്? ശരാശരി 70-75. അന്ന് 100 വയസ്സ്. ആ 100 വയസ്സിനെ 4ആയിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് 25 years ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ലേണിംഗ്. യു സ്പെൻഡ് യുവർ ലൈഫ് ഫോർ ലേണിംഗ് തിങ്സ്. പലതും പഠിക്കാനായിട്ട് ചെലവഴിക്കുക ആദ്യത്തെ 25 വർഷം. അടുത്ത 25 വർഷം ഗൃഹസ്ഥം, ഫാമിലി മാൻ, എൻജോയ് ലൈഫ്, എൻജോയ് ചെയ്യുക. കുട്ടികൾ, കുടുംബം, ഗൃഹസ്ഥം. അത് കഴിഞ്ഞു. അടുത്ത 25 വർഷം വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഡു സേവ, ഡു ഗുഡ് തിങ്സ് ഫോർ അതേഴ്സ്, ഡു സർവീസ് ഫോർ അതേഴ്സ്. എല്ലാവരെയും കുട്ടികളായിട്ട് കാണുക. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ? ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ 60കാരെയും 70കാരെയും നോക്കിക്കോളൂ. അവര് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്, വിഷമിക്കുന്നത് അവരുടെ കുട്ടികളെ ഓർത്തിട്ടായിരിക്കും. ശരിയല്ലേ? ഒന്നുകിൽ കുട്ടി നോക്കണില്ല, അല്ലെങ്കിൽ കുട്ടി ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് സമയമില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ആ പ്രശ്നം, അല്ലെങ്കിൽ കുട്ടിയുടെ ഈ പ്രശ്നം. ഈ പുതിയ ജനറേഷൻ പ്രായമുള്ള ആൾക്കാരുടെ മുഴുവനും ദുഃഖത്തിന് കാരണം കുട്ടികളാണെന്നുള്ള കാര്യം ഗ്യാരണ്ടി അല്ലേ? എന്തുകൊണ്ടാ വരണമെന്നറിയോ? മറ്റുള്ളവരുടെ കുട്ടികളെ കുറിച്ച് ആലോചിക്കേണ്ട സമയത്താണ് ഇപ്പോഴും സ്വന്തം കുട്ടി, സ്വന്തം കുട്ടി, സ്വന്തം കുട്ടി. അതായത് ഗൃഹസ്ഥത്തിൽ നിൽക്കാണ് 100 വയസ്സ് വരെ. ഗൃഹസ്ഥത്തിൽ നിന്നും വാനപ്രസ്ഥത്തിലേക്ക് ഗ്രാജുവേറ്റ് നമ്മൾ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ സന്യാസം. സന്യാസമൊക്കെ വിട്ടേക്ക്. ഇവിടെ 70 വയസ്സ് വരെയുള്ള ജീവിതം ഒരു 25 വർഷം ബ്രഹ്മചര്യമാണെങ്കിൽ ബാക്കിയുള്ളത് ചാവണത് വരെ പിന്നെന്താണ്? ഗൃഹസ്ഥമാണ്. പിന്നെ ഡിപ്രഷൻ, കുട്ടികൾ, പ്രശ്നം. കറക്റ്റ് അല്ലേ സ്വർണം? അപ്പൊ ഈ 4 രീതിയിലാണ് കഠോപനിഷത്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കഠോപനിഷത്ത് മനുഷ്യരെ 4 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഭയങ്കര രസമുള്ളൊരു പോയിന്റ് ആട്ടാ. 4 രീതിയിൽ. ഇതില് 4 എണ്ണത്തില് ഏത് ഗണത്തിൽപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് നോക്കട്ടെ. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പാമരൻ. എന്താണ്? പാമരൻ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വിഷയി. എന്താണ്? വിഷയി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സാധക്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സിദ്ധൻ. എന്തൊക്കെയാണ്? പാമരൻ, വിഷയി, സാധക്, സിദ്ധൻ. ഈ 4 രീതിയിലാണ് മനുഷ്യരെ കഠോപനിഷത്ത് തരം തിരിച്ചിരിക്കുന്നത്. ഗൗരവത്തിൽ കേൾക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഗൗരവത്തിൽ കേൾക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഈ 4 ആളുകളും 4 രീതിയിലാണ് അവരുടെ ശരീരം വിടാൻ പോകുന്നത്. കേട്ടില്ലേ? നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട്. ഈ ഓരോ ദ്വാരങ്ങളും ഗേറ്റ്സ് പോലെയാണ് കേട്ടോ. ആത്മാവ് പുറത്തോട്ട് പോണ ഗേറ്റുകളാണ്. ഓരോ ഗേറ്റിനും ഓരോ പ്രത്യേകതയുണ്ട്. ആ ഗേറ്റിലൂടെ പോയാൽ അടുത്ത ജന്മം എങ്ങനെയാവും എന്നുള്ളതിന്. അപ്പൊ ഈ 4 രീതിയിൽ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഈ 4 ആളുകൾ 4 രീതിയിലാണ് ഈ ശരീരം വിടാൻ പോകുന്നത്. ആദ്യത്തെ എന്താണ്? പാമരൻ. പാമരൻ എന്ന് വെച്ചാൽ
ഒരു എത്തിക്സും ഒരു മോറൽ വാല്യൂസും ഇല്ലാതെ ഈ ജീവിതം ജീവിക്കുന്ന ആള്, സുഖിക്കുന്ന ആള്, വിത്തൗട്ട് എനി എത്തിക്സ്, വിത്തൗട്ട് എനി മോറൽ വാല്യൂസ്, ജസ്റ്റ് എൻജോയിങ് ലൈഫ്. ആരാണ്? പാമരൻ. വിഷയി എന്ന് പറഞ്ഞാല് എൻജോയിങ് ലൈഫ് ബട്ട് വിത്ത് മോറൽ വാല്യൂസ്, വിത്ത് സം എത്തിക്സ്. ക്ലിയർ? മനസ്സിലായല്ലോ? മനസ്സിലാവുണ്ടല്ലോ അല്ലേ? സാധക് എന്ന് പറഞ്ഞാല് അവർ ഈ ലോകം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലെ ചിന്ത മുഴുവനും ജീവിതത്തിൽ എങ്ങനെ ഉയരാൻ സാധിക്കും ആത്മീയമായി. ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, വലിയ വലിയ വിഷയങ്ങളിൽ താല്പര്യം. എങ്ങനെയാണ് ആത്മീയമായിട്ട് ജീവിതത്തിൽ ഉയരാൻ സാധിക്കുക? ഇതാണ് ആര്? സാധക്. നാലാമത്തതാണ് ആര്? സിദ്ധൻ. മുക്തനാണ്, ലിബറേറ്റഡ് ആണ്, എന്നാലും ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് മാത്രം. ഈ 4 കാറ്റഗറിയിലെ പാമരൻ, വിഷയി, സാധക്, സിദ്ധ, ഈ 4 നിങ്ങൾ ഏതാണെന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ ആക്ഷൻ കാണിച്ചു തരാം. പാമരൻ ഫസ്റ്റ്, 2 വിഷയി, 3 സിദ്ധൻ, 4 സാധക്. ഇനി ആ കളവ് പറയുന്നവരൊക്കെ ഒന്ന് കൈവക്കിയാൽ നോക്കട്ടെ. കാണിക്കൂ, ആക്ഷൻ കാണിക്കൂ. കാണിക്കൂ. 3 3 2 2 2 4 4 4 എന്നൊക്കെ കാണിക്കണേ. അതാരാ 4 കാണിച്ചത്? 4 ആ 4 കാണിച്ച ആളുടെ ഒരു ഫോട്ടോ വേണം കേട്ടോ നമുക്ക്. ഇവിടെ മാലിട്ടിട്ട് നാളെ മുതൽ വെക്കാൻ വേണ്ടിട്ട്. അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാള്, ഒരു എൻലൈറ്റൻഡ് ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. പറയാനും പറ്റില്ല, ആരെയും കളിയാക്കാനും പറ്റില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? എത്ര പേർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തിൻ്റെങ്കിലൊക്കെ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്? ചിലപ്പോ ഞാൻ 2ന്റെയും 3ന്റെയും ഒരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ 1ന്റെയും 2ന്റെയും കോമ്പിനേഷനാണ്. അങ്ങനെ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വെറും പാമരനാണെന്ന് തോന്നും. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ സിദ്ധനാണെന്ന് തോന്നും. എനിക്ക് തോന്നാറുണ്ട്, സത്യം കേട്ടോ. ഞാനിത് എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഈ 4 രീതി ഇപ്പൊ കേട്ടല്ലോ അല്ലേ? ലാസ്റ്റ് ഡേ ഇത് നമ്മൾ വീണ്ടും ഈ വിഷയത്തിലേക്ക് വരും. എങ്ങനെയാണ് ഈ 4 പേരും ശരീരം വിടുന്നത്? ഏത് ദ്വാരത്തിലൂടെയാണ്? അങ്ങനെ വിടുമ്പോൾ എങ്ങനെയായിരിക്കും അടുത്ത ജന്മം? ആ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും? ക്ഷമയോടുകൂടി കാത്തിരുന്ന നചികേതസിന് 3 വരങ്ങൾ കൊടുക്കുന്നു. ആര്? യമദേവൻ. പണ്ട് കൊച്ചിയിലെ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ, അയാൾക്ക് ഇതുപോലെ 3 വരം കിട്ടി. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പണ്ടത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇപ്പോഴത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല ആൾക്കാരാട്ടോ. ഒരു പണിയെടുക്കാത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒരു പണിയെടുക്കില്ല, ഒരു പണിയും ചെയ്യില്ല. അങ്ങനെ അയാൾ ഒരു ദിവസം ഒരു ഫയലിൽ തട്ടി വീണു. ഫയൽ നോക്കിയതല്ല, നടക്കുമ്പോ ഒരു ഫയലിൽ തട്ടി വീണു. തട്ടി വീണപ്പോ ഇയാളൊരു വിളക്ക് കാണുകയാണ്. അപ്പൊ വിളക്ക് ഒന്ന് പൊടി തട്ടിയപ്പോ ഒരു ഭൂതം വന്നു. ആ ഭൂതം യമദേവൻ നചികേതസിനോട് ചോദിച്ചതുപോലെ ഇയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടിമയാണ്, നിങ്ങൾക്ക് എന്നോട് 3 വരം ചോദിക്കാം, എന്തു വേണേലും ചോദിച്ചോളൂ, ഞാൻ തരാം. സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലിൽ താമസിക്കണം. ഉടനെ തന്നെ ഭൂതം അയാളെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ അക്കോമഡേറ്റ് ചെയ്ത്. രണ്ടാമത്, എനിക്ക് സുഖിക്കണം, എനിക്ക് എല്ലാ സുഖങ്ങളും വേണം ഈ ലോകത്തെ, എല്ലാ സുഖങ്ങളും കൊടുത്തു. 3ാമത്തെ വരമായിട്ട് പറഞ്ഞു, എനിക്ക് ഇനിയുള്ള കാലം മുഴുവനും ഒരു പണിയും ചെയ്യാണ്ട് ജീവിക്കണം. ഭൂതം എന്ത് ചെയ്യുന്നറിയോ? വീണ്ടും ആ സർക്കാർ ഓഫീസിലേക്ക് ഇട്ടു. കാരണം അവിടെ അല്ലാണ്ട് വേറെ എവിടെയും ഒരു പണിയും ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ
ഇങ്ങനെ ഒരു 3 വരത്തിന്റെ കഥയുണ്ട്. പക്ഷെ ഈ 3 വരം അങ്ങനെയല്ല. ആദ്യത്തെ വരം നൽകി കഴിഞ്ഞു. എന്താണ്? ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെ എൻ്റെ പിതാവ് സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം. രണ്ടാമത്തെ വരം ഒരു സമ്മാനം പോലെ കൊടുക്കുകയാണ് നചികേതസിന്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഒന്ന് ചിന്തിക്കാനുള്ളൊരു വിഷയമാണ്. 720 ബ്രിക്സ് ഇഷ്ടിക. ഇഷ്ടിക എന്നുള്ള വാക്ക് കേട്ടില്ലേ? ഇഷ്ടിക എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? ഇഷ്ടമുള്ള കർമ്മം ചെയ്യാനുള്ള വസ്തുവായിട്ടാണ് എന്തിനെ പറയുന്നത്? ഇഷ്ടിക. മനസ്സിലാണോ? കൈയടിച്ച്. പുതിയൊരു വാക്ക് പഠിച്ചില്ലേ? അതായത് യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണ്ട് ഇഷ്ടിക ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഇഷ്ടകാര്യം സാധിക്കാനുള്ള ഉപകരണമാണത്ര എന്ത്? ഇഷ്ടിക. രസമുണ്ടല്ലേ? ഇപ്പോഴും ഇഷ്ടിക നല്ല കാര്യത്തിനല്ലേ ഉപയോഗിക്കണേ? നമ്മൾ വീട് പണിയാനൊക്കെ അല്ലേ ഇഷ്ടിക ഉപയോഗിക്കണേ? അതാണ് ഇഷ്ടിക. അപ്പൊ 720 ഇഷ്ടിക കൊടുത്തിട്ട് പറഞ്ഞു അതൊന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു സ്റ്റെപ്പ് പോലെ പ്രോപ്പറായിട്ട് നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം നചികേതസ് അറേഞ്ച് ചെയ്തു. അത് കണ്ട് യമദേവന് വലിയ ഇഷ്ടം തോന്നി. അദ്ദേഹത്തിനൊരു ലോക്കറ്റ് സമ്മാനിച്ചു. 5 നിറങ്ങളുള്ള ലോക്കറ്റ്, സംഗീതം വരുന്ന ലോക്കറ്റ്. എനിക്ക് കിട്ടിയിരുന്ന ഞാൻ വേണ്ടാന്ന് പറഞ്ഞാനെ. കാരണം എപ്പോഴും മ്യൂസിക് ഒരു ലോക്കറ്റ് ഇട്ട് നടക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ലോക്കറ്റ് കൊടുത്തു. ആര്? യമദേവൻ. ഇനി 3ാമത്തെ വരം ചോദിക്കാൻ പോവാണ്. ആര്? നചികേതസ്. മൂന്നാമത്തെ വരം, യമദേവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 3ാമത്തെ വരം. നചികേതസ് ചോദിക്കുന്ന വരം ശ്രദ്ധിച്ചോളൂ. ചിലർ പറയുന്നു യമദേവ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന്. ചിലർ പറയുന്നു യമദേവ ഞാൻ വേറൊരു രൂപത്തിൽ ഈ ഭൂമിയിൽ തന്നെ തുടരുമെന്ന്. മരണത്തിന്റെ ദൈവമേ, അങ്ങേക്കല്ലാതെ ഇതിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയാൻ വേറെ ആർക്കാണ് സാധിക്കുക? ഇതിന്റെ മറുപടി അങ്ങ് നൽകിയാലും. എന്താണ് മരണത്തിനു ശേഷം ഒരാൾക്ക് സംഭവിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായൊരു ഉത്തരം അങ്ങ് നൽകിയാലും മരണശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ നിൽക്കട്ടെ. സോക്രട്ടസിന് അറിയാലോ, സോക്രട്ടസിന് വിഷം കൊടുക്കാൻ പോവാണേ. വിഷം കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇത് വിഷമാണെന്നുള്ള സോക്രട്ടസിനും അറിയാം. ശിഷ്യൻ തന്നെയാണ് കൊടുക്കുന്നത് വിഷം. ശിഷ്യനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. സോക്രട്ടസ് ജ്യൂസ് കുടിക്കുന്ന പോലെ നമ്മുടെ അടുത്ത് കുടിച്ചു, ചിരിച്ചോണ്ട് വാങ്ങിച്ചങ്ങോട്ട് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ശിഷ്യൻ പറഞ്ഞു, അത് വിഷമാണ് കുടിച്ചത്, അങ്ങ് മരിക്കാൻ പോവാണ്. അങ്ങക്ക് ഒട്ടും ഭയം തോന്നണില്ലേ? അതിന് സോക്രട്ടസ് പറഞ്ഞ മറുപടി ഇതാണ്, എന്തിനാണ് ഭയപ്പെടുന്നത്? മരിച്ചാൽ 2 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ഇതോടുകൂടി എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഭയപ്പെടാൻ ഞാനില്ലല്ലോ, പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. 2, ഞാൻ ഒരു പുതിയ ജീവിതം പുതിയ രൂപത്തിൽ ആരംഭിക്കും. അപ്പോഴും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പുതിയ അവസരം കിട്ടാൻ പോവല്ലേ. എന്തിനാ മരണത്തെ ഭയപ്പെടുന്നത്? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ആര്? നചികേതസ്. എന്താണ് മരണത്തിന് ശേഷം സംഭവിക്കുന്നത്? മരണത്തിന്റെ ദൈവമേ അങ്ങ് പറയൂ. അപ്പോ കാലൻ, യമദേവൻ ഇഗ്നോർ ചെയ്തു ആദ്യം ആ ചോദ്യം. നീ വേറെ എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും അത് ചോദിച്ചു.
അപ്പൊ യമദേവൻ പറഞ്ഞു, ഇത് നീ കേൾക്കാറായിട്ടില്ല, ഇത് കേൾക്കേണ്ട പ്രായമല്ല എന്ന് പറഞ്ഞു. മൂന്നാമതും ചോദിച്ചു മരണത്തിന്റെ രഹസ്യം. അപ്പൊ യമദേവൻ പറഞ്ഞു, ദൈവങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യമാണത്. ആ രഹസ്യം നീ ഇപ്പോൾ അറിയേണ്ട. പകരം നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിനക്ക് ഞാൻ സ്വന്തമായി ഒരു രാജ്യം തരാം. സുന്ദരിയായ പെൺകുട്ടികൾ എപ്പോഴും നിന്റെ മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. സ്വാദിഷ്ടമായ വിഭവങ്ങൾ കഴിക്കാൻ തരാം, പരമാധികാരം തരാം, എല്ലാ സുഖ സൗകര്യങ്ങളും തരാം. എന്തും നീ ചോദിച്ചോളൂ. ഈ മരണത്തിന്റെ രഹസ്യം അത് മാത്രം നീ എന്നോട് ചോദിക്കരുത്. ഇപ്പൊ നചികേതസ് പറയുന്ന ഒരു മനോഹര ഡയലോഗ് ഉണ്ട് കേട്ടോ. When you are staring at me, നീ എന്നെ മരണദേവ നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? എല്ലാം താൽക്കാലികമല്ലേ? നീ എന്റെ മുന്നിൽ നിൽക്കല്ലേ, നീ എന്റെ മുന്നിൽ നിൽക്കല്ലേ യമദേവ. പിന്നെ ഈ തരുന്നത് മുഴുവനും താൽക്കാലികമല്ലേ? എത്ര നാള് എനിക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും? എത്ര നാൾ എനിക്കത് ആസ്വദിക്കാൻ സാധിക്കും? എനിക്കിതൊന്നും വേണ്ട. നീ വാക്ക് പറഞ്ഞാണ് 3 വരം. എന്തും ചോദിച്ചോളൂ എന്ന് നീ പറഞ്ഞതാണ്. എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? മൂന്നാമത്തെ വരം, മരണത്തിന് ശേഷം എന്ത്? അതാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരു ഹോംവർക്കായിട്ട് ആലോചിക്കുക, ആ 720 ഇഷ്ടികകളുടെ കണക്ക് എന്താണ്? എന്താണ് ആ കണക്ക്? എന്താണ് ആ ലോക്കറ്റ്? എന്താണ് ലോക്കറ്റിൽ നിന്ന് സംഗീതം വരുന്നത്? അതൊരു പസിലാണ് കേട്ടോ. അതൊരു പസിലാണ്. എന്താണ് ഈ പസിൽ? ആലോചിക്കുക. ഓക്കെ, ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മഴ പെയ്യുന്നോണ്ട് എന്തായാലും നിങ്ങൾക്ക് ധൃതിയില്ലല്ലോ. ഞാൻ കുറച്ചു കാലം ആഫ്രിക്കയില് തൻസാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ തൻസാനിയയില് ഞാനെപ്പോഴും ഇടയ്ക്ക് എന്നെ കുറിച്ച് ചില പൊങ്ങച്ചങ്ങൾ പറയുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ. ഈ ആർട്ട് ഓഫ് ലിവിങ് 192 രാജ്യങ്ങളിലുണ്ട്. അതിൽ ഒരു രാജ്യത്ത് ആർട്ട് ഓഫ് ലിവിങ് തുടങ്ങിയത് ഞാനാണ് കേട്ടോ, ഒന്നും തോന്നരുത്. ഓക്കെ, അപ്പോൾ ആ രാജ്യമാണ് തൻസാനിയ. ഇപ്പൊ തൻസാനിയയിൽ ആർട്ട് ഓഫ് ലിവിങ് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്, ഗുരുദേവൻ വിട്ടിട്ട്. തൻസാനിയയിൽ ആർട്ട് ഓഫ് ലിവിങ് നടക്കുമ്പോൾ അവിടെ ആദ്യം ഹാപ്പിനെസ് പ്രോഗ്രാം ബേസിക് കോഴ്സ് നടന്നു. അപ്പൊ ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ടൊരു 23 വയസ്സുള്ള ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ ബേസിക് കോഴ്സ് ചെയ്തു. പിന്നീട് ഞാൻ അവിടെ DSN കോഴ്സ് വെച്ചു. അപ്പൊ അവൻ വന്നിട്ട് DSN ചെയ്തു. പിന്നെ ഞാനും അവനും തമ്മിൽ ഭയങ്കര കമ്പനിയായി. എനിക്കവിടെ സുഹൃത്തുക്കൾ കുറവാണ്. അപ്പൊ വൈകുന്നേരങ്ങളിൽ തൻസാനിയൻ ബീച്ചുകൾ കാണാൻ നല്ല രസമാണ്, ഭയങ്കര ഭംഗിയാ. ബ്യൂട്ടിഫുൾ ബീച്ച് ഉണ്ട് അവിടെ. വൈകുന്നേരങ്ങളിൽ ഈ ബീച്ചിൽ ഇരുന്നിട്ട് കോഫി കുടിക്കും, സംസാരിക്കും. അപ്പോഴാണ് ബെഞ്ചമിൻ എന്നോട് ബെഞ്ചമിൻ്റെ ഒരു വലിയ ടെൻഷനെ കുറിച്ച് പറയുന്നത്. ബെഞ്ചമിൻ ഒരു സംശയമുണ്ട്, ബെഞ്ചമിൻ HIV പോസിറ്റീവ് ആണോ എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പിസയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അവനിങ്ങനെ പകുതി കടിച്ച പിസയൊക്കെ ഞാൻ ബാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ബെഞ്ചമിൻ പറയണത് അവൻ HIV പോസിറ്റീവ് ആണോ എന്ന് സംശയം. അപ്പൊ തന്നെ ഞാനൊന്ന് നെട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ അതുകൊണ്ട്
പക്ഷെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണെന്ന്. അവന്റെ കയ്യിലിരിപ്പ് വളരെ മോശമുള്ള ആളാണ്, പക്ഷെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ വന്നിട്ട് ഭയങ്കര മാറ്റം വന്നു. പൊതുവെ ആഫ്രിക്കൻസ് ഒരു വല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ബെഞ്ചമിന് ധൈര്യമില്ല പോയിട്ട് HIV ടെസ്റ്റ് ചെയ്യാനായിട്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. അങ്ങനെ DSN കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊരു ധൈര്യം കിട്ടി. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ അവനെ അനുഗ്രഹിച്ചു. അവൻ പോയി ടെസ്റ്റ് നടത്തി തിരിച്ചു വന്നു. എൻ്റെ അനുഗ്രഹത്തിന് ഇത്ര ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അവൻ HIV പോസിറ്റീവായി. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് അനുഗ്രഹം ചോദിച്ചു വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ശരി. നിങ്ങൾ എന്ത് കൂടുതൽ വിചാരിക്കുന്നു അത് നടക്കും. നല്ലത് വിചാരിച്ചാൽ നല്ലത്, മോശം വിചാരിച്ചാൽ മോശം. അവൻ HIV പോസിറ്റീവായി. അതുവരെ വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തിൽ നടന്നിരുന്ന ബെഞ്ചമിൻ അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി പോയി. എനിക്ക് തന്നെ തോന്നി ഇവനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കേണ്ടില്ലായിരുന്നു എന്ന്. പിന്നെ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി ബെഞ്ചമിൻ. എനിക്കും പേടി വന്നു, എനിക്കിനി വല്ല ഇവനിൽ നിന്നെല്ലാം പകർന്നിട്ടുണ്ടാവോ. ഇല്ല, തമാശ ഒന്നുമില്ല. അങ്ങനെ ഇവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ഇവന് വേണ്ടിയിട്ട് അഷ്ടവക്ര ഗീത എന്ന് പറഞ്ഞൊരു നോളജ് സ്റ്റാർട്ട് ചെയ്തു. കേട്ടിട്ടുണ്ടോ അഷ്ടവക്ര ഗീത? ജനകനും അഷ്ടവക്രനും തമ്മിലുള്ള ഒരു സംഭാഷണം. നല്ല രസമാണ് അതിൽ മരണത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത് മുഴുവനും കേട്ട് കഴിഞ്ഞ ബെഞ്ചമിൻ 100% HIV പോസിറ്റീവ് എന്ന അവസ്ഥയെ ടോട്ടലി ആക്സെപ്റ്റ് ചെയ്തു. ബെഞ്ചമിൻ HIV നെഗറ്റീവ് ഒന്നായില്ല, പക്ഷേ HIV പോസിറ്റീവ് ആയതുപോലെ തന്നെ ബെഞ്ചമിനും ടോട്ടലി പോസിറ്റീവായി, കംപ്ലീറ്റ് പോസിറ്റീവായി. മറ്റേത് HIV പോസിറ്റീവ് ആയപ്പോൾ ബെഞ്ചമിൻ നെഗറ്റീവ് ആയിരുന്നു. ഇത് ബെഞ്ചമിനും പോസിറ്റീവ്, HIV പോസിറ്റീവ്, ഫുൾ ഹാപ്പി, ടോട്ടൽ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ട്രാവൽ ചെയ്തു. ആഫ്രിക്കൻ കൺട്രീസ് കുറെ, ഒരു വർഷം ഉണ്ടായിരുന്നു. വേറെ കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്തു. ഞാൻ വീണ്ടും തൻസാനിയയിലേക്ക് മടങ്ങി വരുമ്പോൾ എന്നെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ബെഞ്ചമിൻ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പഴയ അതേ ബെഞ്ചമിൻ, നല്ല ഹാപ്പി ആയിട്ടുള്ള ബെഞ്ചമിൻ, വളരെ ഹാപ്പി ആയിട്ടുള്ള ബെഞ്ചമിൻ. സാധന ചെയ്യുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഗുരുജിയുടെ ടോക്സ് കേൾക്കുന്നുണ്ട്. അന്ന് കാസറ്റാണ്, കാസറ്റിലിട്ടിട്ട് കേൾക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയിൽ പറയണം കേട്ടോ. ഞാൻ ഇവന്റെ സന്തോഷം കണ്ടപ്പോൾ ഇവനോട് ചോദിച്ചു, എന്താണ് പുതിയ വല്ല ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടോ, എന്താ ഇത്ര സന്തോഷം? അതല്ല, അതൊന്നുമല്ല, പിന്നെ പറയാം. നമുക്ക് വൈകുന്നേരം ബീച്ചിൽ കാണാമെന്നുണ്ട്, എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക കേട്ടോ. വൈകുന്നേരം ബീച്ചിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു, കോഫി കുടിച്ചോണ്ടിരിക്കുന്നു. ഞാനും ബെഞ്ചമിനും മാത്രമേ ഉള്ളൂ. സൺ സെറ്റ് ഇങ്ങനെ നടക്കുകയാണ്, സൂര്യാസ്തമയം ഇങ്ങനെ നടക്കുകയാണ്. ആഫ്രിക്കൻ ബീച്ചിൽ സൂര്യാസ്തമയം അതിമനോഹരമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ചുവന്ന് തുടുക്കുന്നു മാനം, ഓറഞ്ച്, ചുവപ്പ്, വയലറ്റ് നിറങ്ങളിൽ മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം. അപ്പൊ ഞങ്ങളിതിങ്ങനെ നോക്കി, ഇങ്ങനെ മെസ്മറൈസ്ഡ് ആയിട്ട് ഈ സൂര്യാസ്തമയം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സൂര്യാസ്തമയം ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്നെ നോക്കിയിട്ട് ബെഞ്ചമിൻ പറഞ്ഞു, ഹൗ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ, ഇസന്റ് ഇറ്റ്? നമ്മൾ യെസ്, സോ ബ്യൂട്ടിഫുൾ. എന്നിട്ട് ബെഞ്ചമിൻ ചോദിച്ചു, നിന്റെ നാട്ടിലെ സൂര്യാസ്തമയത്തിന് ഈ ആഫ്രിക്കൻ സൂര്യാസ്തമയത്തിന്റെ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ സൂര്യാസ്തമയം എല്ലായിടത്തും ഒരുപോലല്ലേ, അവന് ഇതേ ഭംഗിയുണ്ട്. എന്നിട്ട് വീണ്ടും സൂര്യാസ്തമയം നോക്കി എന്നിട്ട് ബെഞ്ചമിൻ പറഞ്ഞു, പക്ഷെ ഞാൻ കാണുന്ന ഈ ഭംഗി സജി നീ കാണുന്നുണ്ടാവില്ല എന്ന്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അതെന്താ, നിന്റെ നാടായത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ ബെഞ്ചമിൻ പറഞ്ഞു, എൻ്റെ നാടായത് കൊണ്ടല്ല സജി, ഞാൻ കാണുന്ന ഈ സൗന്ദര്യം, ഞാൻ കാണുന്ന ഈ ഭംഗി നിനക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ ബെഞ്ചമിൻ അങ്ങനെ? സജി, നാളെ
ഇത് കാണും ഞാനെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല സജി. അതുകൊണ്ട് ഞാൻ കാണുന്ന ഈ ഒരു ഭംഗിയുണ്ടല്ലോ നിനക്ക് കാണാൻ സാധിക്കില്ല സജി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, സജി എന്നോട് ചോദിച്ചില്ലേ എന്താ ഇത്ര ഹാപ്പി എന്ന്. അടുത്ത ഡയലോഗ് ഞാൻ മരണം വരെ മറക്കില്ല കേട്ടോ. കോഫി മഗ് ഇങ്ങനെ എടുത്തിട്ട് ബെഞ്ചമിൻ ഒരു സിപ്പ് എടുത്തിട്ട് ബെഞ്ചമിൻ പറയാണ്, യു നോ സജി, ഹൗ ഐ എൻജോയ് മൈ ലൈഫ് റൈറ്റ് നൗ, സിപ്പ് ബൈ സിപ്പ് ലൈക്ക് ദിസ് കോഫി. എവറി മൊമെന്റ് ഐ എൻജോയ് ലൈഫ് സിപ്പ് ബൈ സിപ്പ്. മരിക്കും എന്നുള്ള ഉറപ്പ് എത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ടെന്നറിയോ സജി ലൈഫിനെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തൊരു വിഡ്ഢിയ. അവൻ മാത്രമല്ലോ ഞാനും മരിക്കാൻ പോവല്ലേ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇതുപോലെ ലൈഫ് എൻജോയ് ചെയ്തുകൂടാ? ബ്യൂട്ടിഫുൾ നോളജ് അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണ? ഏറ്റവും സന്തോഷമുള്ള വാർത്ത, ബെഞ്ചമിൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ബെഞ്ചമിൻ മരിച്ചില്ല. അന്ന് എനിക്ക് മനസ്സിലായി, when you are happy, if you are dealing with any disease, ആ മരണം നമ്മളോട്, മരണത്തിന് തോന്നും കേട്ടോ, ഇത്ര സന്തോഷത്തിലിരിക്കുന്ന ആള് കുറച്ചും കൂടി ജീവിച്ചോട്ടെ എന്ന് തോന്നും. അല്ലെങ്കിൽ മരണത്തിന് തോന്നും അയാൾ എന്തായാലും അയാൾ വിഷമിക്കണല്ലേ, അയാളെ അങ്ങോട്ട് കൊണ്ടുപോയേക്കാന്ന്. അല്ല, ഇത് എൻ്റെ ഒരു ചെറിയ കണ്ടുപിടുത്തമാണ്, തെറ്റാണെന്നറിയില്ല. ഈ നമ്മൾ ഭയങ്കരമായിട്ട് ഭയക്കുന്നൊരു സംഭവമുള്ളൂ മരണം. അതിൽ യമരാജൻ പറയുന്നൊരു മനോഹരമായ ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യമരാജൻ പറയാണ്, ഡെത്ത് ഇസ് നോട്ട് ക്രൂവൽ. മരണം ഒരു ക്രൂരനേ അല്ല. മരണം എത്ര ദയാലുവാണെന്ന്. ഡെത്ത് ഇസ് സോ കമ്പാഷനേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കേ, മരണമില്ലാത്തൊരു ലോകം. ആയിരക്കണക്കിന് വർഷമായിട്ട് നിങ്ങളെ ഞാനും കാണുന്നു, ഞാൻ നിങ്ങളെയും കാണുന്നു. എൻ്റെ പൊന്നോ, മടുത്ത് പണ്ടാരടങ്ങിയിട്ടുണ്ടല്ലോ. തൂങ്ങിച്ചാവാനും പറ്റൂല്ലോ, ചാവാനും പറ്റൂല്ലോ. സത്യല്ലേ? ചില ആൾക്കാർ മരിക്കണതോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മരിച്ചു പോകണോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മൾ ജീവിക്കണം, അല്ലേ? ശരിയല്ലേ? ഇവരെപ്പോഴും കാണേണ്ടി വരുമല്ലോ. ഒന്നെങ്കിൽ അവര് മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. എന്തൊരു ബോറാണ് എന്നും ജീവിച്ചിരുന്നാല്. കാരണം ആ മരണം വരുന്നുണ്ടെന്നുള്ളത് ആ ഒരു ചിന്തയാണ് ഈ ജീവിതത്തെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? സത്യല്ലേ? മരണം ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഈ ലൈഫ് ഇത്രയും വാല്യുബിൾ ആക്കണത്. ഇല്ലെങ്കിൽ ഈ ലൈഫ് ഒരിക്കലും വാല്യുബിൾ ആവില്ല കേട്ടോ. മാത്രമല്ല, ഒരു അവസ്ഥ കഴിഞ്ഞാല് വേദന, ട്യൂബ്, അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയില് അങ്ങനത്തെ ഒരു രോഗിക്ക് എന്തൊരു ആശ്വാസമാണല്ലേ മരണം, അല്ലെ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? ഡെത്ത് ഇസ് നോട്ട് ക്രൂവൽ. ഡെത്ത് ഇസ് സോ കമ്പാഷനേറ്റ്. മരണം എത്ര ദയാലുവാണ്. ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെ കുറിച്ച് കഠോപനിഷത്ത് പറയുന്നുണ്ട്. എങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ? നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ? നാല് വരികൾ ശ്രദ്ധിക്കാട്ടോ. 4 വരികൾ. അനായാസേന മരണം. കാരണം നമ്മളുടെ പേടി മുഴുവനും മരിച്ചാൽ എന്തെന്നുള്ളതിനെ കുറിച്ചല്ല, മരിക്കുക എന്നുള്ള പ്രോസസ്സിലെ വേദനയാണ് നമ്മളുടെ പേടി. കറക്റ്റ് അല്ലേ സ്വർണ്ണം? സത്യല്ലേ? ആ മരിക്കുക എന്നുള്ള പ്രോസസ്സിനെയാണ് പലരും പേടിക്കുന്നത്. അല്ലാണ്ട് മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും പേടിയൊന്നുമില്ല. എന്തോരം വേദന അനുഭവിക്കേണ്ടി വരും. അപ്പൊ അനായാസേന മരിക്കാൻ സാധിക്കണേ ദൈവമേ. അതായത് ഒരു പഴം പഴുത്തിങ്ങനെ അറ്റുപോണ പോലെ കൊതിയാവണ് കേൾക്കുമ്പോൾ.
അങ്ങനെ മരിക്കാൻ സാധിക്കണം. ഒരു വേദന ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ചെയ്ത് തീർത്തിട്ട് പോണൊരു മരണം, തൃപ്തിയുള്ളൊരു മരണം. ചില ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ തൃപ്തിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അതായത് ജീവിതം, ഒരു നല്ല ജീവിതം ജീവിച്ച് തീർത്തയിലുള്ള തൃപ്തി, അല്ലാണ്ട് ഇങ്ങനെ വിറങ്ങലിച്ച് പേടിച്ചിട്ടുള്ള മുഖമല്ല. ചില കണ്ടില്ലേ, ആക്രാന്ത ആ മുഖത്തുണ്ടാവും. എന്ത് പിന്നെയും അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ആ മുഖം കണ്ടറിയാം എന്ത് ആക്രാന്തമുള്ള ജീവിതമായിരുന്നു എന്നുള്ളത്. കണ്ടിട്ടുണ്ടോ ചില ആൾക്കാരുടെ? വിനാ ദൈനേന ജീവനം, വിനാ ദൈനേന ജീവനം, അതായത് എ ലൈഫ് വിത്തൗട്ട് ഡിപ്പെൻഡൻസ്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കണം ജീവിച്ചിരിക്കുമ്പോ. എപ്പോ? ജീവിച്ചിരിക്കുമ്പോ. അല്ലാതെ കുറെ കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോകാനും ആള് വേണം, കൂടെ വേണം, ശ്വസിക്കണമെങ്കിൽ ട്യൂബ് വേണം, ഭക്ഷണം മൂക്കിക്കൂടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലും വലിയൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനിങ്ങനെ ജീവിക്കണത്? ബിനാ ദൈനേന ജീവിതം, എ ലൈഫ് വിത്തൗട്ട് ഡിപ്പെൻഡൻസ്. ദേഹിമേ തവ സാന്നിധ്യം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഗ്രേസ് ഉണ്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും. ദേഹാന്തേ പരമേശ്വരം. ഞാൻ മരിക്കുമ്പോൾ ആ പരമേശ്വരനിലേക്ക് എനിക്ക് ലയിക്കാൻ സാധിക്കട്ടെ. ഇതാവണം എന്ത്? the best prayer, the best prayer you can pray. എന്താണ്? വിനാ അനായാസേന മരണം, വിനാ ദൈനേന ജീവനം, ദേഹിമേ തവ സാന്നിധ്യം, ദേഹാന്തേ പരമേശ്വരം. എൻ്റെ മനസ്സിൽ മരണത്തിനെ കുറിച്ചൊരു പിക്ചർ ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? അതായത് നന്നായിട്ട് സ്കോർ ചെയ്തൊരു കളിക്കാരനെ ക്രിക്കറ്റിൽ ഔട്ടായിട്ട് പവലിയനിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ബാറ്റൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് ആൾക്കാരുടെ മുഴുവൻ കയ്യടി വാങ്ങിച്ചിട്ട്. അങ്ങനെ വേണം കേട്ടോ മരിച്ചു പോകാനായിട്ട്. അത് ദൈവം എണ്ണീറ്റ് നിന്നിട്ട്, കളിച്ചടാ മോനെ, നീ വാടാ, തിരിച്ചു വാടാ, ഐ ആം പ്രൗഡ് ഓഫ് യു. നീ നിന്റെ ജീവിതം ഉണ്ടല്ലോ ജീവിച്ചടാ, നീ ജീവിച്ചടാ മോനെ, കലക്കടാ നീ, അടിപൊളി. എണ്ണീറ്റുന്ന ദൈവം കയ്യടിച്ച് സ്വീകരിക്കണം. അതുപോലത്തെ ജീവിതം ജീവിച്ച് തീർത്തിട്ട് വേണം പോവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ട് കണ്ടോണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയോ എന്തെന്നറിയില്ല.
ചതിക്കു വിനാശവും ഇന്ന നേരമതിരും മറിയില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ 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 നാരായണ ഹരേ. കണ്ണടച്ച് വെക്കാം. നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം.